നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. വേടനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. വേടനെ സിലബസിൽ നിന്ന് നീക്കണം എന്ന ശുപാർശ കഴിഞ്ഞിടെ വൈസ് ചാൻസലർക്ക് ലഭിച്ചു. കാലിക്കറ്റ് സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമിച്ച ഒരു പഠന സമിതിയാണ് ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. എന്നാൽ അതേസമയം ഇത് സിലബസിൽ നിന്ന് നീക്കാൻ ആകില്ല എന്നാണ് പഠന ബോർഡിൻ്റെ നിലപാട്. മലയാളം പഠന ബോർഡ് വേടനെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്വാഭാവികമായും ഇത് രണ്ട് തീരുമാനങ്ങൾക്കാണ് വഴിവെച്ചിട്ടുള്ളത്. വേടൻ വിവാദമായി തുടരുമ്പോൾ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് അക്കാദമിക് താൽപ്പര്യമാണോ അതോ സ്വാഭാവികമായ രാഷ്ട്രീയ തർക്കമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരു വശത്ത് ഉയരുകയാണ്. വേടനെ പോലുള്ള പാട്ടുകാരുടെ വരികൾ കുട്ടികൾ പഠിച്ചാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ മലയാളം ഐച്ഛിക വിഷയമായി എടുക്കുന്ന ഒരു വിദ്യാർത്ഥി ഇത് മനസ്സിലാക്കേണ്ടതുണ്ടോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അപ്പോൾ അവസാനിക്കാത്ത വേടൻ വിവാദമാണ് ന്യൂസ് 18 പൊതുവേദി ഒരിക്കൽ കൂടി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ പ്രകാശനാണ് തൊടുപുഴയിൽ നിന്ന്. ഒപ്പം നമുക്ക് ഇനി ധാരാളം ആളുകൾ ഈ വിദ്യാഭ്യാസവും സിലബസ് നിർമ്മാണവുമൊക്കെ ആയി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ അനുഭവങ്ങളും കൂടി നമുക്ക് കേൾക്കാം. ആദ്യം പ്രകാശ് തൊടുപുഴയിൽ നിന്ന് ചേരുന്നു. ശ്രീ പ്രകാശ്, ഇത് സ്വാഭാവികമായും UG മലയാള പഠന ബോർഡാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്. അതിന് നിയമപരമായ ഒരു അധികാരമുണ്ട്. ആ ഘട്ടത്തിലാണ് വൈസ് ചാൻസലർ മറ്റൊരു സമിതിയെ ഇത് നിയോഗിക്കാൻ ചുമതലപ്പെടുത്തുന്നത്. അദ്ദേഹവും ഒരു മലയാള വിഭാഗം മേധാവിയായിരുന്ന വ്യക്തിയാണ്. MM ബഷീർ പഠനം നടത്തി ഇത് ഒഴിവാക്കണം എന്ന ആവശ്യം വരുന്നു. അപ്പോൾ ഇത് സ്വാഭാവികമായും ഒരു തർക്കത്തിലേക്കാണോ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുക, അതോ ഇത് വളരെ സംയമനത്തോടുകൂടി പരിഹരിച്ചു പോകാൻ കഴിയുന്ന ഒരു പ്രശ്നം മാത്രമാണോ? യെസ്, ഞാൻ ബാലകൃഷ്ണൻ വടകര കൂടി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ വടകര. നമസ്കാരം സാർ. നമസ്കാരം. ഏത് രാഷ്ട്രീയ ഇംഗിതത്തിനായാലും നമ്മുടെ വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ സർവകലാശാല ഒരു കലുഷിതമായ അന്തരീക്ഷത്തിലാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇതിനെപ്പറ്റി എങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ സത്യത്തിൽ ഈ രാഷ്ട്രീയ ഇംഗിതത്തിന്റെ പേരിൽ സർവകലാശാലയിൽ ഇങ്ങനെ നടക്കുന്ന കലുഷിതമായ അന്തരീക്ഷം കേരളത്തിലൊന്ന് മാറ്റിക്കിട്ടണം. അതിനി ആരിടപെടണം, എന്ത് ചെയ്യണമെന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് യാതൊരു ബോധവുമില്ല. ഞാനതിൽ വ്യാകുലപ്പെടുന്ന ഒരാളാണ്. കാരണം എൻ്റെ മക്കളും വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ രാഷ്ട്രീയമായി ഇടപെടുന്ന ഇപ്പം തന്നെ സർവകലാശാലയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഒരു രക്ഷിതാവിനെ സംബന്ധിച്ച പ്രശ്നം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എത്രയും വേഗം പരിഹരിക്കപ്പെടണം. ഇതിൽ രാഷ്ട്രീയ ഇംഗിതമുണ്ടെങ്കിൽ അത് നടത്താതിരിക്കാൻ കോടതി ഇടപെടേ പറ്റൂ. വ്യക്തമാണ്. ശ്രീ മോഹൻദാസ് കൂടി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മോഹൻദാസ്, നമ്മുടെ സർവകലാശാലകൾ പലപ്പോഴും ആകേണ്ടത് വലിയ അക്കാദമിക് ചർച്ചകളുടെയൊക്കെ ഒരു കേന്ദ്രമാകേണ്ടതാണ്. രാഷ്ട്രീയം അവിടെ വേണ്ട എന്നല്ല, പക്ഷേ രാഷ്ട്രീയം മാത്രമായി പോകുന്നു കാര്യങ്ങൾ എന്ന ഒരു പരാതിക്ക് ഇപ്പോൾ വഴിയുണ്ടോ ശ്രീ മോഹൻദാസ്? ഇത് പറയണമെങ്കിൽ ഇത് സവർണ മേധാവിത്വത്തിന്റെ രാഷ്ട്രീയം മാത്രമല്ല, സവർണ മേധാവിത്വത്തിന്റെ ഒരു പങ്ക് കൂടെ ഇതിലുണ്ട്, ഒരു കാഴ്ചപ്പാട്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് മനുവിന് ഓർമ്മയുണ്ടായിരിക്കാം. നമ്മുടെ കുമാരനാശാന്റെ ദുരവസ്ഥ, അതിനൊരു ദുരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിനോട് ചേർത്ത് വായിക്കുന്ന സമയത്ത് ഇത്രയും വലിയൊരാളെ ഒതുക്കാൻ വേണ്ടി നോക്കി ഇതിനാ ദുരവസ്ഥ വന്നല്ലോ. നമ്മൾ ഒക്കെ മിക്കവാറും മലയാളത്തിൽ BA ഒക്കെ പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ PG പഠിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്റെ സബ്ജക്ട് മലയാളം അല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല, എന്നാലും എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഈ വേടൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് അത് ചെയ്യണം എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഇത് അടിയാളന്മാരുടെ, അടിച്ചമർത്തപ്പെട്ടവരുടെ കഥ പറയുന്ന പാട്ടാണ് അതിൽ. ഈ സംഗീതത്തിനേക്കാൾ അല്ലെങ്കിൽ റാപ്പിനേക്കാൾ മീതെ അതിൽ നല്ല സംഗീതമുണ്ട് അതിൽ. ഭൂമിയിൽ ഞാൻ വാഴുന്നിടം, അതുപോലെ തന്നെ മറ്റേ ഗൗരി ലക്ഷ്മിയുടെ അതുപോലെ തന്നെ അതിനൊന്നൊരു തർക്കം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മനു പറഞ്ഞിട്ടില്ല ഇപ്പൊ ഈ കാര്യത്തില്. അതുകൊണ്ട് അത് പിന്നെ വേറെ ഇങ്ങനെയല്ല അത്. അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്യുന്നത് തിരിച്ചുണ്ട്. ഈ സംഗീതത്തിന് അല്ലെങ്കിൽ ഈ സാഹിത്യത്തിനൊക്കെ എന്ത് ജാതി, എന്ത് മതം, കഷ്ടം എന്തായാലും. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ മുഹമ്മദ് മഞ്ചേരി, ഇത് വേടൻ്റെ മാത്രമല്ല, രണ്ട് പാട്ടുകളുടെ ഒരു താരതമ്യ പഠനം. ഒന്ന് വേടൻ്റെ ഭൂമിയിൽ ഞാൻ വാഴുന്നിടം, ഗൗരി ലക്ഷ്മിയുടെ കഥകളി സംഗീതം,
ഇതൊക്കെ രണ്ടും പാഠ്യപദ്ധതിയിൽ നിന്ന് നീക്കണമെന്നായിരുന്നു ശുപാർശ. പക്ഷേ ആ ശുപാർശ തീർച്ചയായും തള്ളുകയാണ് പഠന ബോർഡ്. അപ്പോൾ ഇത് സിലബസ് എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു വിഷയമാണല്ലോ സിലബസ്. അതിൽ വലിയൊരു തർക്കം കേരളത്തിൽ വരുന്നതിൻ്റെ ഒരു സൂചനയാണോ ഇത് നമുക്ക് മനസ്സിലാകുന്നത്? ശ്രീ മുഹമ്മദ് മഞ്ചേരി. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം. കണ്ടിട്ട് കുറെ ദിവസമായി. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചില്ലേ ശ്രീ മുഹമ്മദ്? ഇല്ല അല്ലേ? സംസാരിച്ചു മറ്റേ സാറേ. പിന്നെ ഇതിപ്പോ തർക്കം അങ്ങനെ പെട്ടെന്ന് അവിടെ തീരൂല. അത് പ്രശ്നങ്ങളെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത് പറഞ്ഞത് ഒരു എം ബഷീർ എന്ന് പറഞ്ഞ ആളാണ് പാടില്ല എന്ന് പറഞ്ഞത് സാറേ. അല്ല, അദ്ദേഹം ഒരു മുൻ മലയാള വിഭാഗത്തിന്റെ മുൻ മേധാവിയാണ്. അദ്ദേഹം വൈസ് ചാൻസലറാണ് നിയോഗിച്ചത് ഒരു വിദഗ്ധ സമിതി എന്ന ഒരു സമിതിയെ. അദ്ദേഹം ഇത് അനാവശ്യമാണ് എന്ന നിലപാടിലേക്ക് എത്തി. അതേസമയം അങ്ങനെ പറ്റില്ല, ഈ സിലബസിൽ ഇത് തുടരണം എന്ന നിലപാടാണ് പഠന ബോർഡിനുള്ളത്. അപ്പൊ പഠന ബോർഡും അയാളുമായിട്ട് ബന്ധമുണ്ടാവും. അപ്പൊ അത് പോട്ടെ. അപ്പൊ അതെ, ഈ വേടന്റെ ഒപ്പം പലരും ചേർന്നു, പല ആൾക്കാരും ചേർന്നു. അതിൽ ഇടതുപക്ഷങ്ങളെ ചായ്വുണ്ട് ഈ ഒരു പുരോഗമനവാദി ചെറുക്കന്. അപ്പൊ അത് അയാൾ നല്ല പാട്ടും കുട്ടിയും ഒക്കെ പാടുന്നുണ്ട്. അപ്പൊ ആ നിലക്ക് അവരെല്ലാരും ഇയാളെ, അതായത് വേടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഈ ആള് ആളെ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അനിയൻകുട്ടൻ കൂടി എന്നോടൊപ്പം ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. അനിയൻകുട്ടൻ, അപ്പോൾ ഇതൊരു രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ വേദിയാവുകയാണോ സർവകലാശാലകൾ? എല്ലാം പഠിക്കട്ടെ എന്ന നിലപാട് നമ്മുടെ സർവകലാശാലകൾക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് അത് ഇന്നത് പഠിക്കണം എന്ന് ഒരു അതിർവരമ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടോ? അതോ ഇത് തീർത്തും ഒരു രാഷ്ട്രീയം കുത്തിക്കയറ്റാനുള്ളൊരു ശ്രമമായി വിലയിരുത്തണോ? അങ്ങനെ എന്താണ് അനിയൻകുട്ടൻ ഇതിനെ സംബന്ധിച്ച് തോന്നുന്നത്? സാറേ നമസ്കാരം. ഇന്നലെ കണ്ടില്ലായിരുന്നല്ലോ. ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ മാറി മാറിയാണല്ലോ. പനിയൊക്കെ എല്ലാം കുറവുണ്ടല്ലോ അല്ലേ? അതെ അതെ അതെ. സാറേ, ഞാൻ അതിന് ഇത് വേടന്റെ കാര്യം ചോദിക്കുമ്പോൾ വേറെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇതിനകത്ത് ഒരു 1-2 മാസമായിട്ട് ഒരു 2-3 പുള്ളികളെ ഞാൻ കാണാനില്ല. ദീപു തിരുവനന്തപുരം, രാജൻ കൊല്ലം, ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരായ ഒരു 3-4 സഹാക്കളെ അവിടെ വിളിക്കുന്നില്ല ഇങ്ങോട്ട്. അവരുണ്ട്, അവരൊക്കെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ചിലപ്പോൾ വിളിച്ചിട്ട് കിട്ടാത്തയായിരിക്കും പല ആളുകൾക്കും. അവരിപ്പം വിളിക്കല്ലേ, അവർക്ക് വന്ന് നമ്മുടെ ഈ ചാനലിൽ വന്നൊന്നും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. കേരളം ഇന്ന് വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല, അവര് വരാറൊക്കെ ഉണ്ട്. ഒത്തിരിയായി ഞാൻ ദിവസം വിളിക്കുന്നുണ്ടല്ലോ. അല്ലെ, കുറച്ച് ദിവസം ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ 2 മാസമായി ദീപ് തിരുവനന്തപുരം രാജനും ഇങ്ങനെ. 2 മാസമൊന്നും ആവില്ല, കാരണം ഞാൻ ഇല്ലാത്ത ദിവസങ്ങളിലായിരുന്നു. പക്ഷേ അത് അവർ വിളിച്ചിരുന്നു. ഞാൻ അതിന്റെ ചില തർക്കങ്ങൾ വന്നുകൊണ്ട് ഞാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. ശരിയാ. എന്നാലും ഞാൻ അവരെ തിരക്കിയെന്ന് നമ്മളൊന്ന് തിരക്കിയെന്ന് പറയാം. സന്തോഷം. അത് അവര് നമ്മൾ അന്വേഷിക്കുന്ന നമ്മൾ വേണ്ടപ്പെട്ട ആളുകളാണ്. അന്വേഷിച്ചെന്ന് പറയാം. പിന്നെ അവരൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു രസമുണ്ട്. സാറേ, ഈ വേടന്റെ കാര്യം പറഞ്ഞാലേ ഇപ്പൊ അതാണല്ലോ ഇന്നത്തെ. പക്ഷെ ഇന്നല്ല സാറേ അതെടുത്തത്. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ വിഷയങ്ങളല്ലേ ആ കൊച്ചുകുട്ടിയുടെ കാര്യം പറയാം. അല്ലാതെ നമ്മൾ ഇന്നലെ ആ വിഷയം എടുത്തു. ഇന്ന് ഞാൻ സാർ ഞാൻ പറയുന്നത് കേൾക്കട്ടെ. ഇന്ന് ആ വിഷയം കൂടെ എടുക്കണമായിരുന്നു. ഇന്ന് എടുക്കണമായിരുന്നു. അതാണെന്നറിയോ? അത് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ, ഞാൻ എന്റെ അറിവ് അനുസരിച്ച് ഞാൻ നോക്കിയപ്പം എല്ലാം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ നിങ്ങളെ ആരോ പേടിപ്പിച്ചു. എന്നെ ഈ ചാനലുകാരെ ആരോ പേടിപ്പിച്ചു. അതായത് ഇവിടുത്തെ ജീവൻ രക്ഷാ പ്രവർത്തകര്, ഈ മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷാ പ്രവർത്തകരുണ്ടല്ലോ, പേടിപ്പിച്ചു. എനിക്കിത് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് തെറ്റില്ല. ഞാൻ വേറൊരു ഭയങ്കരമായിട്ട് ഒരു ഞങ്ങളെ, ഞാനും പട്ടികജാതിക്കാരനാ, ഞങ്ങളെയൊക്കെ വീർത്തും ഒരു പുഴുവാക്കുന്ന പണിയാണ് ഈ കാണിച്ചേക്കുന്നത്. അത് നിങ്ങളെ ഈ ഭരിക്കുന്ന ഈ സർക്കാരും പാർട്ടിയും നിങ്ങളെ പേടിപ്പിച്ചാണ്, ജീവൻ രക്ഷാ പ്രവർത്തകർ വന്ന് പേടിപ്പിച്ചിട്ടാണ് നിങ്ങൾ ഈ വിഷയം, ഇത് വേടന്റെ വിഷയം കൊടുത്താൽ ഇത് മാറും. അല്ല, അങ്ങ് പറയുന്നത് ഞാൻ പറഞ്ഞോട്ടെ. അങ്ങ് പറഞ്ഞല്ലോ, അങ്ങ് പറഞ്ഞല്ലോ. ഇനി ബാക്കിയും കൂടി എന്നെയും കൂടി പറയാൻ അനുവദിക്കണം. അങ്ങനെ പേടിച്ചു വരച്ചാണെങ്കിൽ ഞാൻ പിന്നെ എനിക്ക് വളരെ സിമ്പിളായി ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഈ പരിപാടിയിൽ നിന്ന് എന്നെ മാറ്റിത്തരണം എന്ന് പറഞ്ഞാൽ അത് ഇവിടെ മറ്റാരെങ്കിലും വന്ന് ഇത് അവതരിപ്പിക്കും. ഒന്നാമത്തെ കാര്യം. അല്ല, നിൽക്കട്ടെ, പറയട്ടെ, മുഴുവൻ പറയട്ടെ. അപ്പോൾ ഞാൻ അങ്ങനെ വല്ലാതെ പേടിക്കുന്ന ഒരാളാണെങ്കിൽ ഇതല്ലാതെ ഇങ്ങനെ പ്രോംപ്റ്ററിൽ അടിച്ചു വരുന്ന വാർത്തകൾ വായിക്കുന്നൊരു ആങ്കറിങ് രീതിയും ചെയ്യാവുന്നതാണ്.
അപ്പോൾ പേടിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി സധൈര്യം ഏറ്റെടുക്കുകയും മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. ഇതിപ്പോൾ ഒരു വലിയ പ്രചരണം അങ്ങ് നടക്കുകയാണ്. ഞാൻ ഭയങ്കരമായി ഭീതിയിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം സുഖമില്ലാതെ അഡ്മിറ്റായല്ലോ. അപ്പോൾ എനിക്കൊരാളൊരു വീഡിയോയുടെ കഷ്ണം അയച്ചു തരികയാണ്. അതിൽ ഈ ചാനലിലല്ല കേട്ടോ, മറ്റൊരു ചാനലിൽ വിളിച്ചു പറയുകയാണ്, അറിയാമോ മനു ഭാരത് ജയിലിലാണ്, അവരെ വീണ ജോർജ് ജയിലിലാക്കി എന്നൊക്കെയുള്ള കഥകൾ അങ്ങ് അടിച്ചു വിടുകയാണ്. അപ്പോൾ നിങ്ങളോടൊക്കെ എനിക്ക് ഒറ്റ കാര്യം പറയും, വീണയുടെ രാഷ്ട്രീയത്തോട് എനിക്ക് യോജിപ്പില്ല, അത് ഒരുപക്ഷെ ഞാൻ ഭയങ്കരമായി വിമർശിക്കുന്ന ഒന്നാകാം. പക്ഷേ വീണ ജോർജ് എന്ന വ്യക്തിയോട് എനിക്ക് നല്ല ബഹുമാനമാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തവരാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ ഒരാളെ അധിക്ഷേപിക്കുന്നതോ അല്ലെങ്കിൽ ഒരാളെ മോശപ്പെടുത്തുന്നതായ ഒരു പ്രയോഗവും വീണ ജോർജിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്ന് അവരോടൊപ്പം ജോലി ചെയ്ത കാലത്ത് മുഴുവൻ അനുഭവം വെച്ച് എനിക്ക് തറപ്പിച്ച് പറയാൻ കഴിയും. അങ്ങനെ ഒരാളെപ്പറ്റി പറയുകയാണ് മറ്റൊരു ടെലിവിഷൻ ചാനൽ വിളിച്ച് അവരെന്നെ ഭീഷണിപ്പെടുത്തി ജയിലിലേക്ക് അയച്ചു എന്ന്. അങ്ങനെ ഞാൻ ജയിലിലാണ്, ഞാൻ സുഖമില്ലാതെ വീട്ടിൽ കിടക്കുകയാണ്, ഞാൻ ജയിലിലാണ് എന്ന് പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീണ ജോർജിനെ എതിർക്കണമെങ്കിൽ രാഷ്ട്രീയമായ എന്തൊക്കെ കാര്യങ്ങൾ പറയാം, അവരുടെ ആ വകുപ്പിനെ സംബന്ധിച്ച് എന്തൊക്കെ പറയാം, അതൊക്കെ അവിടെ ഇരിക്കുമ്പോഴാണ്. കാരണം കുറ്റമറ്റതായ ഒരു വകുപ്പും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇല്ലല്ലോ, ആർക്കും വിമർശിക്കാവുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിനുണ്ട്. അതൊക്കെ അപ്പുറത്തേക്ക് നിന്നിട്ട് ഒരു വാസ്തവമില്ലാത്ത കാര്യം പച്ചക്കള്ളം ഒരു ടെലിവിഷൻ ചാനലിൽ വിളിച്ചു പറയുകയാണ്. ഞാനത് കേട്ട് ചിരിക്കണോ അതോ അതിനൊരു നിയമ നടപടിക്ക് പോകണോ എന്ന് ആലോചിക്കുക. അപ്പോൾ ഒരു കാര്യവുമില്ല, ഞാനിങ്ങനെ ഭയന്ന് വിറയ്ക്കുകയാണ്. ദീപ് വിളിച്ചാൽ ഭയക്കുന്നു, വീണ വിളിച്ചാൽ ഭയക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും CPM-കാർ വിളിച്ചാൽ ഭയക്കുന്നു എന്ന് നിങ്ങൾ ധരിച്ചോ? ഞാൻ ഈ 50 വർഷം ഈ കേരളത്തിൽ ജനിച്ച 50 വർഷമായല്ലോ. അപ്പോൾ സ്വാഭാവികമായി ഇത്രയും കാലം ഈ ഇത്തരം എല്ലാ രാഷ്ട്രീയ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് പത്രപ്രവർത്തനം നടത്തുകയാണ്. ഇവിടെ മാത്രമല്ല, ചില ആളുകൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഫേസ്ബുക്കിൽ കയറി എനിക്ക് കമൻ്റ് ഇടുകയാണ്, നിങ്ങൾ കണ്ണൂരിലേക്ക് വന്നു. ഞാൻ ജനിച്ച സ്ഥലമാണ് കണ്ണൂർ. ഞാൻ രക്തസാക്ഷികളെ ഇത് സംബന്ധിച്ചൊരു വന്നൊരു തർക്കമുണ്ടായല്ലോ. അപ്പോൾ ആളുകൾ വെട്ടുന്നതിനും കൊല്ലുന്നതിനെതിരെ നിലപാടെടുത്തല്ലോ. അപ്പോൾ ഒരു വിഭാഗം കൊല്ലുന്നതിനെ പറ്റിയില്ല, ഞാൻ 2 വിഭാഗം കൊല്ലുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ പറയാം ഞാൻ കണ്ണൂരേക്ക് വരണം. കണ്ണൂർ ഞാൻ ജനിച്ച സ്ഥലമാണ്, ഞാൻ എല്ലായിടത്തും വരുന്നതാണ്. കണ്ണൂർ തലശ്ശേരിയിൽ അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഒരു സ്വന്തമായി ഒരു കുടുംബ വീടുള്ള ഒരാളാണ് ഞാൻ. എന്നോട് പറയാണ് കണ്ണൂരിൽ വന്നാൽ കാണിച്ചു തരാം. എന്ത് കാണിച്ചു തരാനാണ്? അപ്പോൾ എനിക്ക് അത്തരത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് എന്തും പ്രചരിപ്പിക്കാം. ഞാൻ ഭയന്ന് വിറച്ചിരിക്കുകയാണെന്നോ അല്ലെങ്കിൽ ആശങ്കാഭരിതനാണെന്നോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം. പക്ഷേ ഞാനിവിടെ ഉണ്ടാകും. ഈ ചോദ്യങ്ങൾക്ക് എല്ലാ ഘട്ടത്തിലും മറുപടി പറഞ്ഞ് ഞാനിവിടെ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം അങ്ങ് കേട്ടില്ലായിരിക്കാം, നമ്മൾ രാഷ്ട്രീയ കൊലപാതകമാണ് എടുത്തത്. വലിയ തോതിൽ തർക്കം നടന്നു. ആരെ ഭയക്കാനാണ്? എൻ്റെ ശരീരത്തിൽ അവസാന ശ്വാസമുള്ളവരെ ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, കൊലപാതക രാഷ്ട്രീയം കൊണ്ട് രാജ്യത്തിനൊന്നും നേടാനില്ല. അത് ചെയ്യുന്നവരൊക്കെ അതിൽ നിന്ന് പിന്മാറണം. മറ്റുള്ള തങ്ങൾ പ്രതികളല്ലാതാകുന്ന സാഹചര്യത്തെ മാത്രം ഉയർത്തിക്കാട്ടുന്ന രീതി ശരിയല്ല. തങ്ങൾ പ്രതികളായതും കൂടി പറഞ്ഞുകൊണ്ട് ഇത് പറ്റില്ല എന്ന് ഉറക്കെ പറയാൻ നമുക്ക് കഴിയണം. അതാണ് എൻ്റെ നിലപാട്. അതിലെനിക്കൊരു ഭയവുമില്ല, ഒരു പേടിയുമില്ല. കുട്ടിയുടെ വിഷയം നമ്മൾ ഇന്നലെ എടുത്തു. സ്വാഭാവികമായും ഇന്നും അത് തന്നെ ഒരു പ്രധാന വിഷയമാണ് മറ്റു ചർച്ചകളിൽ. അപ്പോൾ അതുകൊണ്ടാണ് അത് എടുക്കാതിരുന്നത്. സമയം തരാം, എത്ര വേണമെങ്കിലും സമയം തരാം. അല്ല, അങ്ങിങ്ങ് പേടിച്ചു എന്ന് പറഞ്ഞല്ലോ, ഒരു പേടിയുമില്ല. അതാണ് ഞാൻ പറയട്ടെ. ഇന്നലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വന്ന് പറഞ്ഞ പിന്നെ ഒറ്റ ചാനലുകാര് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ചാനലുകളിൽ വിചാരിക്കുന്നത് MPO വന്ന് ചിരിച്ചോണ്ട് ഒരു കറുത്ത കുഞ്ഞ് അവിടെ ഷോക്ക് അടിച്ച് മരിച്ച പിന്നെ ആ കറുത്ത കുഞ്ഞ് അടിച്ചപ്പോ മരിച്ചു MPO ചിരിച്ചോണ്ട് അവഗണിച്ചോണ്ട് ഞങ്ങളെ അവഗണിച്ചുകൊണ്ട് പറയുന്നില്ല ഇത് പറഞ്ഞു. അല്ലെ ഞാൻ ഇങ്ങനെ ഞങ്ങൾ പറയാൻ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ വളരെ പ്രാധാന്യത്തോടു കൂടി വിഷയം ഏറ്റെടുത്തു. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് ചൈനീസ് ജീവരക്ഷാ പ്രവർത്തകരെ പേടിച്ചോണ്ടാണ് ഇന്നലെ ആ ഗോവിന്ദൻ വന്ന് ഞങ്ങളെ അവഗണിച്ച് ഞങ്ങളെ കറുത്ത പറക്കം അവിടെ പോയി ഇവിടെ പോയി. ഇന്നലെ മന്ത്രിമാർ തന്നെ പറഞ്ഞു കേട്ടില്ലേ? അല്ല, നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല? റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ ഞാൻ ഓർക്കും, ഞാൻ തന്നെ എഴുതി കൊടുത്തില്ല. എന്റെ അനിയൻകുട്ട, ഞാൻ തന്നെ എഴുതി കൊടുത്തൊരു വാർത്ത. ഏത് വാർത്ത കൊടുത്തില്ല? ഏത് വാർത്ത കൊടുക്കാത്തത്? ഏത് വാർത്തയാണ് കൊടുക്കാത്തത്? അല്ല, അനിയൻകുട്ടനോട് ഞാൻ ചോദിക്കുകയാണ്, ഏത് വാർത്തയാണ് കൊടുക്കാത്തത്? കേൾക്കുന്നില്ലേ? ഇന്നലെ മുതൽ കുഞ്ഞു മരിച്ച കാര്യം അങ്ങ് വാർത്ത കാണുന്നില്ലേ? ഇന്ന് കണ്ടില്ലേ? വാർത്ത കണ്ടില്ലേ? ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ അല്ല, അങ്ങ് ചോദ്യത്തിന് മറുപടി പറയും. അങ്ങ് എന്താണ്? അല്ല, അങ്ങ് ചോദ്യത്തിന് മറുപടി. ആ വാർത്ത അങ്ങ് കണ്ടില്ലേ? ടെലിവിഷനിൽ ഇല്ലാത്തൊരു പച്ചക്കള്ള അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. ടെലിവിഷനിൽ വാർത്ത കണ്ടില്ലേ? ഞങ്ങളുടെ കുഞ്ഞിനെ
പൊക്കോട്ടെ. അങ്ങ് ഇത് ഞാൻ പറയുന്നത് കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ചിരിച്ചൊന്നും കാണിക്കണ്ട. അല്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അങ്ങക്ക് അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ അങ്ങനെ സ്വന്തം നിലയ്ക്ക് സംസാരിച്ചുകൊണ്ടിരുന്നില്ല, അതിലൊരു കാര്യവുമില്ല. ഈ കുഞ്ഞു മരിച്ച സംഭവത്തെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി എല്ലാ ടെലിവിഷൻ ചാനലുകളും ഇവിടെ അവതരിപ്പിച്ചു. അതിനോടൊപ്പം തന്നെ അതിനെ അവഹേളിച്ച ഒരു ആ സംഭവത്തെ അവഹേളിച്ച ഒരു മന്ത്രിയുടെ പ്രസംഗം അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് ഞങ്ങളാണ് ആദ്യം ഉറക്കെ പറഞ്ഞത്. അത് മോശമായി പോയി എന്ന് ഞങ്ങളാണ് ആ സൂംബ നൃത്തത്തിനെതിരെ ആദ്യം പ്രതികരിച്ചത്. എന്നിട്ടാണ് ആ മന്ത്രിക്ക് ഇന്ന് രാവിലെ ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് തിരുത്തേണ്ടി വന്നത്. അതങ്ങ് കേട്ടില്ലേ? അങ്ങ് ടെലിവിഷൻ കണ്ടില്ലേ? ഇത് ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഇത് മാധ്യമങ്ങൾ ഞങ്ങൾക്കെതിരാണ്. എന്താണ് അങ്ങ് കണ്ടില്ലേ? മന്ത്രി ഞാൻ ചെയ്തത് തെറ്റാണ്, എൻ്റെ കയ്യിൽ നിന്ന് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ ആ വാർത്ത ശക്തമായി എല്ലാ മാധ്യമങ്ങളും എടുത്തു കൊടുത്തുകൊണ്ടല്ലേ, സൂംബ നൃത്തത്തിന് ദൃശ്യം കൊടുത്തുകൊണ്ടല്ലേ. ഈ കുഞ്ഞു മരിച്ച കാര്യം ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയുന്നതിൽ എന്ത് വാസ്തവമാണുള്ളത്? അങ്ങയോട് കൊല്ലം ജില്ലയിലെ തേവരിക്കൽ ആ ബോയ്സ് സ്കൂളിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞതാണോ ഇങ്ങനെ ഇവിടെ ഷോക്കേറ്റ് ഒരു കുട്ടി മരിച്ചിട്ടുണ്ടെന്ന്? അതോ അങ്ങ് ടെലിവിഷനിൽ കണ്ടാണോ ഈ കാര്യം അറിഞ്ഞത്? അപ്പൊ ഇത് എന്തെങ്കിലും വിളിച്ചു പറയുക എന്നതിന് അതിനോടൊന്നും ഒരു ന്യായീകരിക്കാൻ അങ്ങ് ഇതിന്റെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണല്ലോ. എന്നിട്ട് അങ്ങ് ഇത് ഒരു വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ ഇവിടെ വന്നിങ്ങനെ വിളിച്ചു പറയുന്നതിൽ എന്താണ് അതിലെ കൗതുകം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശരി, ഷാജി പത്തനംതിട്ടയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ഷാജി, ഹലോ, നമസ്കാരം സാറേ. നമസ്കാരം. ചെറുതായി ഒന്ന് ക്ഷുഭിതനായി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി, അതായത് ശരിയായി? അത് ശരിയായ രീതിയല്ല, അതേ ഉള്ളൂ. അവർക്ക് പ്രതികരിക്കാൻ ഇങ്ങനെയൊക്കെയാണോ? ഈ ചാനലൊന്നും കാണാത്തതാണോ? എല്ലാ ചാനലിലും വാർത്ത ഇത് ഞാൻ എപ്പോഴും ഞാൻ ഇവിടെ ഉള്ള സമയത്തൊക്കെ കാണുന്ന ചാനലുകൾ എല്ലാ പരിപാടിയും നടക്കുന്നുണ്ട്. എല്ലാ വാർത്തയും കൊടുക്കുന്നുണ്ടെന്നേ. കുഞ്ഞു മരിച്ചത് അങ്ങേയറ്റത്തെ ദൗർഭാഗ്യപരമായ സംഭവമാണ്. അവിടെ മനുഷ്യാവകാശ കേസെടുത്ത സംഭവം, അവിടെ ബാലാവകാശ കമ്മീഷൻ പോയത്, അവിടെ ചിഞ്ചുറാണി ഇന്നലെ ചെയ്ത സൂംബ നൃത്തം, ഇന്ന് അവർ മാപ്പ് പറഞ്ഞത് എല്ലാം നമ്മൾ കൊടുത്തല്ലോ അല്ലേ? എല്ലാം കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ. ഇന്നലെ ഞങ്ങൾ അത് പ്രധാന വിഷയമായി ചർച്ചയ്ക്ക് വെച്ചു. അതിൽ നിരവധി ആളുകൾ പ്രതികരിച്ചു. ചുമ്മാ ഇങ്ങനെ വിളിച്ചു പറയാണ് ഇത് മാധ്യമങ്ങൾ അതൊന്നും കൊടുക്കുന്നില്ല. മാധ്യമങ്ങൾ ഇത് കേട്ടാൽ തോന്നും ഈ കുഞ്ഞു മരിച്ചത് ഇത്രയും പ്രധാനപ്പെട്ട സംഭവം അവിടുത്തെ കൊല്ലം ജില്ലയിൽ നിന്ന് ആരോ ഇദ്ദേഹത്തെ ടെലിഫോൺ ചെയ്ത് പറഞ്ഞാണ്. എന്നിട്ട് വാർത്ത കണ്ടിട്ട് തന്നെയാണ് ഇത് പറയുന്നത്. എന്നിട്ട് പറയാം വാർത്ത കൊടുത്തില്ലെന്ന്. അങ്ങനെയാണ് യമനിലെ ആ കൊച്ചിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുക. ഇവർക്കൊക്കെ അങ്ങോട്ടൊന്ന് പോയിക്കൂടെ അല്ലേ? ആ പാവം അവിടെ കിടന്ന് കരയുന്നു. ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവന് എന്തിനാ ലൈൻ കമ്പിയുടെ മണ്ടയ്ക്ക് കയറാൻ പോയത്? ചെരുപ്പെടുക്കാൻ മേളിലാണ് കൊണ്ടിരുന്നേ. അതുവരെ അവിടെ പ്രതികരിക്കുന്നുണ്ട് ആൾക്കാർ. ശരിയാണോ? യെസ്, അപ്പൊ നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഓക്കെ, ഈ വേടന്റെ കാര്യത്തിൽ എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം അതിപ്പോ ഒരു ചെറിയൊരു പാട്ടുകാരനാണെങ്കിൽ പോലും യേശുദാസ്, ചിത്ര, ജാനകിയമ്മ, അതുപോലെ വാണി ജയറാം, പിന്നെ ഹലോ അങ്ങനെയുള്ള എത്രയോ പാട്ടുകാരുണ്ട്. അവരുടെയൊന്നും പേരുകൾ പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോ ഇത് രാഷ്ട്രീയമാണ്, താല്പര്യമാണെന്നാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, അതാണോ? യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, കൃഷ്ണൻ കാവാലം. കൃഷ്ണ ഞാൻ കൃഷ്ണൻ എന്നാ വായിക്കുന്നത് കേട്ടോ. കൃഷ്ണ, നമസ്കാരം. ഈ സിലബസിൽ കേൾക്കാമോ? ഈ സിലബസിൽ ഈ വേടന്റെ പാട്ട് ഉൾപ്പെടുത്തില്ല എന്ന് കഴിഞ്ഞ ദിവസം വാർത്ത വന്നു. ഉൾപ്പെടുത്തും എന്ന് ഇന്ന് വാർത്ത വരുന്നു. ഈ വിഷയം ശ്രദ്ധിച്ചിരുന്നോ? എന്താണ് തോന്നുന്നത്? ഇത് ഒരു രാഷ്ട്രീയ തർക്കമായി തോന്നുന്നു? വേടന്റെ പാട്ട് ഉൾപ്പെടുത്തേണ്ടെന്ന് പറയുന്നത് BJP-ക്കാരാണ്. അവരുടെ രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ BJP CPM അങ്ങനെ ഒരു തന്ത്രം കളിക്കേണ്ട ഒരു സ്ഥലമാണോ സർവകലാശാല? അതോ അവിടെ കുട്ടികൾ എന്ത് പഠിക്കണമെന്ന് അവിടെ ഒരു അക്കാഡമിക് താല്പര്യത്തോടു കൂടി മനസ്സിലാക്കുകയാണോ വേണ്ടത്? അവിടെ രാഷ്ട്രീയ താല്പര്യങ്ങളാണോ സർവകലാശാല സിലബസുകളിൽ വരേണ്ടത്? അതോ അതിനപ്പുറത്തേക്ക് മലയാള ഭാഷ പഠിക്കുമ്പോൾ ആ ഭാഷയുടെ പ്രാധാന്യവും അതിൻ്റെ മികവും അതിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളുകളെക്കുറിച്ചുമുള്ള പഠനങ്ങളാണോ വേണ്ടത്? സാർ, ഇന്നത്തെ വിദ്യാർത്ഥികളല്ലേ സാർ നാളത്തെ പൗരന്മാരാവേണ്ടത്. അവരിന്നും പൗരന്മാരാണ്. പഠിച്ചു വളരട്ടെ. ശരി, വ്യക്തമാണ്. ഓക്കെ, ഇടുക്കിയിൽ നിന്ന് പ്രദീപ് എന്നൊരു പ്രേക്ഷകൻ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ്, കേൾക്കാമോ? യെസ്, മഹി കിള്ളിപ്പാലത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. മഹി, നമസ്കാരം സാറേ. നമസ്കാരം.
ഇപ്പോൾ രണ്ട് കാര്യങ്ങളിലാണ് തർക്കം വന്നത്. ഒന്ന് ഗൗരി ലക്ഷ്മിയുടെ അജിത ഹരെ എന്ന പാട്ട് കഥകളി സംഗീതം അതുമായുള്ളൊരു താരതമ്യ പഠനത്തിനാണ് നിർദ്ദേശിച്ചിരുന്നത്. മറ്റൊന്ന് ഈ വേടൻ്റെ പാട്ട് പിൻവലിക്കാനുള്ള ശുപാർശ വരുന്നു. അപ്പോൾ റാപ്പിൻ്റെ സാഹിത്യത്തിൽ ആശയപരമായ ഒരു ഇഴയടുപ്പമില്ല എന്ന ഒരു റിപ്പോർട്ട് അവിടുത്തെ വിദഗ്ധ സമിതി കൊടുക്കുന്നു. പക്ഷേ അതല്ല, പഠന ബോർഡ് ഈ വേടൻ സിലബസിൽ വേണം എന്ന നിലപാടെടുക്കുന്നു. താങ്കൾ ഇതിൽ ഏത് പക്ഷത്ത് നിൽക്കും? അല്ല സാർ, ഞാൻ ഒരു ഇടതുദേശ ചിന്താക്കാരനാണ്. പിന്നെ അതുകൊണ്ട് വേടന് സപ്പോർട്ട് ചെയ്യപ്പെടില്ല. വേടന്റെ പാട്ട് ഇത്രയും ഉന്നത വിദ്യാഭ്യാസങ്ങളിൽ പാഠപുസ്തകത്തിൽ ചേർക്കേണ്ടതാണ് എന്റെ ഒരു ഇത്. ഓക്കെ, വ്യക്തമാണ്. താങ്കളുടെ എന്നൊരു പ്രേക്ഷകൻ കോഴിക്കോട് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. വിനീഷ്, ശ്രീ വിനീഷ്. അതെ അതെ, പറയൂ. വിനീഷ് കോഴിക്കോട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോഴിക്കോട് ബാലുശ്ശേരി. ബാലുശ്ശേരി, ഓക്കെ. അപ്പോൾ എന്താണ് ചെയ്യുന്നത് താങ്കൾ? ഞാനൊരു കോളേജ് അധ്യാപകനാണ്. ഞാനൊരു കോളേജ് അധ്യാപകനെയാണ് പ്രധാനമായും. പറയൂ. ഞാൻ ചോദിക്കുന്നത്, സ്വാഭാവികമായും ഇങ്ങനെ ഒരു തർക്കം എന്തുകൊണ്ട് വരുന്നു? ബോർഡ് ഓഫ് സ്റ്റഡീസിന് ഒരു തീരുമാനം, മുൻ മേധാവി നയിക്കുന്ന വിദഗ്ധ സമിതിക്ക് മറ്റൊരു തീരുമാനം. അപ്പോൾ ഇത് ഒരു രാഷ്ട്രീയമാണ് ഇതിലെ വിഷയം എന്നൊരു സംശയം ആളുകളിലേക്ക് വഴിവെക്കാൻ അത് ആകുമോ? മറ്റൊന്ന്, ബോർഡ് ഓഫ് സ്റ്റഡീസ് ഒരു കാര്യം തീരുമാനിച്ചതിനെ മറികടക്കാൻ എന്തുകൊണ്ട് വൈസ് ചാൻസലർ ശ്രമിക്കുന്നു എന്നൊരു ചോദ്യം വരികയാണ്. കാരണം ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ മുകളിൽ അക്കാഡമിക് കൗൺസിലാണല്ലോ. അങ്ങേക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാമായിരിക്കും. ഈ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശുപാർശ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എന്ത് ഒരു സന്ദേശമായിരിക്കാം വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്? ഇതിൽ ഒരു അനാവശ്യമായ ഒരു തർക്കം നടക്കുന്നുണ്ടോ? കാരണം ഈ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പസും അവരും ഒരു പ്രസ് റിലീസ് തന്നിരിക്കുന്നു, ഇത് അനാവശ്യ ചർച്ചകളാണ് ഇത് സംബന്ധിച്ച് നടക്കുന്നതെന്ന്. അപ്പോൾ താങ്കൾക്ക് എന്താണ് ഇത് സംബന്ധിച്ച് തോന്നുന്നത്? ഇത് സത്യത്തിൽ ഒരു വിദ്യാർത്ഥി എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത് ബോർഡ് ഓഫ് സ്റ്റഡീസിന് അല്ലെങ്കിൽ ഈ ബോർഡ് ഓഫ് സ്റ്റഡീസിനൊക്കെ തന്നെ കൃത്യമായ ധാരണ ഉള്ളതാവണം സാധാരണഗതിയിൽ. അപ്പോ തീർച്ചയായിട്ടും ഒരു സിലബസ് പരിഷ്കരണമോ സിലബസ് രൂപീകരണത്തിന്റെയോ ഒക്കെ ചർച്ചയിൽ അതിന്റെ ആളുകളാണ് അഭിപ്രായം പറയേണ്ടത്. അതിന് മുകളിൽ അവരെ ആര്, എം ബഷീറിനെ പോലുള്ള ഏറ്റവും ഉയർന്നനായ ഒരാളെ ആരാണ് സ്ഥാപിച്ചത് എന്നുള്ളതാണ്. മാത്രമല്ല, കോഴിക്കോട് താങ്കൾ ഓർക്കുന്നുണ്ടാകും, താങ്കൾ ഒരു മാധ്യമപ്രവർത്തനം ആയതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് രാമായണവും മാസാചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാതൃഭൂമിക്ക് പത്രത്തിനകത്ത് ഈ പറയുന്ന എം ബഷീർ എന്ന് പറയുന്ന സാറ് എന്റെയും അധ്യാപകൻ കൂടിയാണ്, ലേഖനം എഴുതിയ സമയത്ത് അതിനെ എതിർത്തുകൊണ്ട് മാതൃഭൂമിയുടെ കോഴിക്കോട് ഓഫീസിന് മുമ്പിൽ RSSന്റെ നേതൃത്വത്തിൽ ഒരു അവര് പ്രതിഷേധ പരിപാടിയൊക്കെ നടത്തുന്നതിന്റെ ഭാഗമായി ഇത് പിൻവലിക്കപ്പെടുകയാണ് ചെയ്തത്. ഇതിന് ഇങ്ങനെ ഒരു അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം. അന്ന് ഇദ്ദേഹത്തെ സംരക്ഷിച്ച വിഭാഗം തന്നെയാണ് സത്യത്തിൽ ഇതിനെതിരെ ഇന്ന് പറയുന്നത്. അതായത് ഈ ചെയ്ത പ്രവൃത്തി ശരിയല്ല എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തൊരു കാര്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, സത്യത്തിൽ ഒരു സിലബസ് പരിഷ്കരണ കമ്മിറ്റിയോ സിലബസ് രൂപീകരണ കമ്മിറ്റിയോ സംബന്ധിച്ചിടത്തോളം അവരെടുക്കുന്ന തീരുമാനമാണ് അന്തിമം. മാത്രവുമല്ല, യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വൈസ് ചാൻസലർ എന്നുള്ള ആൾക്ക് പ്രത്യേക ഒരാളെ വെക്കാൻ അധികാരമുണ്ടോ എന്നത് പോലും നമുക്ക് തർക്കം ഉള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? അങ്ങനെ ഒരു പുറത്തുനിന്ന് ഒരാളെ വെക്കണമെങ്കിൽ പിന്നെ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ആവശ്യമില്ലല്ലോ, അല്ലേ? ഇല്ല, ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ആവശ്യമില്ല. പ്രത്യേകിച്ച് വൈസ് ചാൻസലർക്കോ ഈ വെച്ചതാരോ അവർക്ക് സ്വന്തമായ ഒരു സിലബസ് ക്രിയേറ്റ് ചെയ്താൽ പോരെ. ഞാനൊരു മലയാള അധ്യാപകൻ കൂടിയാണ്, ഇതുകൂടി കേൾക്കുക. മലയാളത്തെ പോലുള്ള ഒരു വിഷയം FIUGP എന്ന് പറയുന്ന 4 വർഷത്തെ ബിരുദ കോഴ്സുകൾ ഇപ്പം വന്നതാണ്. കുട്ടികൾക്ക് ഏറ്റവും പുതിയ അറിവുകൾ അവരിലേക്ക് എത്തേണ്ടതുണ്ട്. മാത്രമല്ല, കലാലയം അതേപോലെ ക്ലാസ് റൂം എന്ന് പറയുന്നതൊക്കെ തന്നെ സമൂഹത്തിന്റെ ഭാഗമല്ലേ. സമൂഹത്തിലുള്ള സൂക്ഷ്മചലനങ്ങളെ അടയാളപ്പെടുത്താൻ ക്യാമ്പസിനകത്തും അതിലെ സിലബസിനകത്തും കടന്നു വരുന്നത് എന്ന് പറയുന്നത് സത്യത്തിൽ സിലബസിന്റെ അപ്ഡേഷനാണ്. സിലബസിന്റെ ഏറ്റവും പുതിയ കാര്യമാണ് ചെയ്യുന്നത്. അത് അംഗീകരിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് പറഞ്ഞാൽ അവർ ഏതോ പഴയ കാലത്ത് ജീവിക്കുന്ന ആളുകളാണ്. ആ രീതിയിൽ അക്കാദമിക താല്പര്യമുള്ള ഒരാളാണെങ്കിൽ സത്യത്തിൽ ബഷീർ സാറെ പോലുള്ള ആളുകൾ ചെയ്യേണ്ടിയിരുന്നത് ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് ചർച്ച കൊണ്ടുപോവുകയും അവരുടെ അഭിപ്രായം സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ സത്യത്തിൽ ജനാധിപത്യ വിരുദ്ധമായ ഒരു ഏർപ്പാടാണ് സത്യത്തിൽ വേടനെ പോലുള്ള ഒരാളുടെ പാട്ടിനെ ഒഴിവാക്കുന്നത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. മാത്രമല്ല, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഈ വേടൻ പാടുന്ന പാട്ടുകൾ അയാൾ ക്രിയേറ്റ് ചെയ്തത് മാത്രമല്ല, പൊയ്കയിൽ അപ്പച്ചൻ അഥവാ പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്ന നവോത്ഥാന നായകൻ പാടിയ പാട്ടാണ്. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഒരു വരി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്.
കാണുന്നീലൊരക്ഷരവും എന്റെ കുലത്തെ പറ്റി കാണുന്നുണ്ട് അനവധി അക്ഷരങ്ങൾ മറ്റുള്ളവരെ പറ്റി എന്ന് ഗദ്ഗതത്തോടുകൂടി ഈ ലോകത്തോട് പറഞ്ഞൊരു മനുഷ്യന്റെ പാട്ടാണ് അദ്ദേഹം പാടുന്നത്. ഇത് ആരെയാണ് വിളറി പിടിപ്പിക്കുന്നത്? സവർണ മനോഭാവമുള്ളവരും സവർണ സ്വഭാവമുള്ളതുമായ ആളുകളെയാണ് വിരളി പിടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിലബസ് പരിഷ്കരണം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മലയാളത്തെയോ അതിന്റെ പഴയ രംഗത്തെയോ പരിചയപ്പെടുത്തുക മാത്രമല്ല ചെയ്യേണ്ടത്. ഒരേ സമയത്ത് പുതിയ കാലത്തെ അറിവുകളെയും പുതിയ കാലത്തെ സംഭവ വികാസങ്ങളെയും മലയാള ഭാഷ പോലുള്ള ഭാഷയിലേക്കാണ് കടന്നു വരേണ്ടത്. ഞാൻ അങ്ങയോട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പറയുന്നത് ഇടതുപക്ഷ അധ്യാപക സംഘടനകളിലെ വിധേയരെ വെച്ച് മാത്രം സർവകലാശാല പഠന ബോർഡുകൾ രൂപീകരിക്കുന്നതിന്റെ ഫലമാണിത് എന്ന് പറയുന്നിടത്ത് ആ ആരോപണത്തിൽ എന്തെങ്കിലും കാണുമ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിരുദ്ധ അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം പേര് സേവ് യൂണിവേഴ്സിറ്റി ഫോറം ആണ് എങ്കിൽ പോലും സേവ് യൂണിവേഴ്സിറ്റി ഫോറം ആണല്ലോ കേരളത്തിലെ സർവകലാശാലയുടെ ജനാധിപത്യ സ്വഭാവത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന ആളുകളെ വെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെ അവര് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അക്കാഡമിക രംഗം എന്ന് പറയുന്നത് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. അതിൽ അധ്യാപകരുണ്ട്. ആ അധ്യാപക വിഭാഗമാണല്ലോ ഇത് തയ്യാറാക്കിയത്. ആ അധ്യാപകർക്ക് രാഷ്ട്രീയം ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രശ്നമാണോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇതിനെ എതിർക്കുന്ന സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന് രാഷ്ട്രീയമില്ലേ? അല്ല, അപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. അപ്പം പണ്ട് ഞാൻ കണ്ണൂർ സർവകലാശാലയിൽ ഈ ഗോൾവൽക്കർ പഠന വിഷയമായി വന്നു. അപ്പോൾ അത് ആവശ്യമില്ല എന്ന തരത്തിൽ കനത്ത നിലപാട് ഇടതുപക്ഷം എടുത്തു. അപ്പോൾ ചിലരൊക്കെ ചോദിച്ചു, എന്നാൽ അതും കൂടി പഠിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന്. ഗോൾവാൾക്കറുടെ വിഷയവും വേടൻ ഉയർത്തുന്ന പ്രശ്നവും ഒരേപോലെയാണോ? അത് സമീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ വേടൻ പാടുന്ന പാട്ടുകൾ കേരളത്തിൽ ജാതിബോധം നിലനിൽക്കുന്നുണ്ട്. ഇറ്റ്സ് എ ഫാക്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ സംഭവത്തെ പൊതുജന മുന്നിൽ പറയുന്ന സമയത്ത് പല ആളുകൾക്കും പോലും നിരവധിയായ കഥകളും നോവലുകളും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നില്ലേ? മലയാളത്തിലാണ് ഇത് വരുന്നത്. അപ്പോ അത്തരം കാര്യങ്ങൾ റാപ്പ് സംഗീതത്തെ നമ്മൾ എന്തിനു ഭയക്കണം? അതെന്തിനു മയക്കണം? പുതിയ സംഗീതമൊന്നുമല്ലല്ലോ, നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നതല്ലേ. ആ സംഭവത്തെ കുറിച്ച് അറിയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം FIUGP വന്നതിന് ശേഷം വലിയ ഗുണകരമായ മാറ്റമുണ്ട്. നാലാമത്തെ ഒരു അക്കാഡമിക് വർഷത്തിൽ വരുന്ന ഒരു സെമസ്റ്ററിൽ വരുന്ന ഇതിനകത്ത് 5 ചാപ്റ്ററുകളാണ്, മൊഡ്യൂളുകളാണ് ഉണ്ടാവുക. ഈ 5ാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് തയ്യാറാക്കുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യവും പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഘട്ടമാണത്. ഞങ്ങൾക്ക് ഇത്തരം സാധനത്തെ കുറിച്ചുള്ള വിമർശനം വേണമെങ്കിൽ നമുക്ക് 5ാമത്തെ മൊഡ്യൂളിൽ ഉൾപ്പെടുത്താം. വേടന്റെ പാട്ട് ആവശ്യമാണോ? വിദ്യാർത്ഥികളുമായുള്ള സംവാദം, അല്ലെങ്കിൽ ഇതിനെ അനുകൂലിക്കുന്നവർ എതിർക്കുന്നതുമായ അഭിപ്രായങ്ങൾ ശേഖരിക്കാനൊക്കെ ഞങ്ങൾക്ക് ഇപ്പോ ഈ ഞാനോ നിങ്ങളോ പഠിക്കുന്ന ഘട്ടത്തിലുള്ള സിലബസ് അല്ല ഈ പുതിയ FIUGP എന്ന് പറയുന്ന കാലഘട്ടത്തിലുള്ളത്. 5ാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അനുകൂലകരമായും എതിർപ്പുമായ ഉള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നുകൊണ്ട് കളക്ട് ചെയ്യുകയും അതിൽ നിന്നൊരു നിഗമനം എത്തുകയും അതിനകത്ത് അസൈൻമെന്റും സെമിനാറും പരീക്ഷയൊക്കെ നടത്തണം എന്നൊക്കെ ഉണ്ട്. ഇതൊന്നും അറിയാത്ത ആളുകളൊന്നുമല്ല യൂണിവേഴ്സിറ്റിക്കകത്തുള്ള വിദഗ്ധ ബോഡിക്കകത്തുള്ളത്. തീർച്ചയായിട്ടും ഒരു അധ്യാപകൻ എന്ന നിലയിലും ഒരു ഗവേഷകൻ എന്ന നിലയിലും പുതിയ കാലഘട്ടത്തെ ഉൾപ്പെടുത്താൻ സിലബസിൽ തയ്യാറാവേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഡിഗ്രിക്കകത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആകുമുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികൾ അപകടകരമാണ് മറ്റുള്ള യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥി പ്രവേശനം ഇപ്പൊ നടക്കുന്നത്. കാരണം ഈ ഇത് പഠിക്കാൻ പല ആളുകളും തയ്യാറാവുന്നില്ല. ഈ ഒരു സമയത്ത് ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നത് സത്യത്തിൽ വിവാദത്തിലൂടെ വരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഒരു പഠിതാവ് എന്ന നിലയിൽ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം. ഏതായാലും താങ്കളുടെ അഭിപ്രായത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അങ്ങ് അധ്യാപകരാണ്, 2 മലയാളം വിഭാഗത്തിലുള്ള ആളാണ്, ഗവേഷകനാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ വിഷയം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചതിൻ്റെ ഫലമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ കൂടുതൽ സമയവും നൽകി. ഏതായാലും വളരെ നന്ദി ശ്രീ വിനീഷ്. അദ്ദേഹം ഒരു അധ്യാപകനാണ്. ഓക്കെ, ശ്രീ MP മണി ഷൊർണൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ MP മണി, അങ്ങയുമായി സംസാരിച്ച് കുറേ നാളുകളായി. ഇടയ്ക്ക് അങ്ങ് ഞാനില്ലാത്ത ദിവസം പൊതുവേദിയിൽ വിളിച്ചോന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ അല്ലേ അല്ലാത്ത കുറേ ദിവസം ഞങ്ങളെ മറന്നുപോയത് കൊണ്ടായിരിക്കാമോ? അല്ല, ഇല്ല, വിളിക്കാറുണ്ട്. അതെ. അപ്പോൾ ഈ അങ്ങ് ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. സ്വാഭാവികമായും വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഈ ഭാഷാ പഠനത്തിൻ്റെ ഭാഗമായി സംഗീതത്തിൻ്റെ ഒരു താരതമ്യ പഠനം വന്നു എന്നാണ് പറയുന്നത്. അത് വേണം വേണ്ട എന്ന തർക്കം വരികയാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഒരു അതിപ്രസരം വിദ്യാഭ്യാസ സിലബസ് നിർമ്മാണത്തിലേക്ക് കടക്കുന്നോ എന്ന് ആശങ്കപ്പെടേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ പോലുള്ള ലഹരി വസ്തുക്കൾക്കെതിരെ വലിയ ക്യാമ്പയിൻ നടക്കുകയാണ്. അപ്പോൾ വേടൻ അത് അത്തരമൊരു കേസിൽ പ്രതിയായി എന്നുള്ളത് ഒരു തെറ്റായ സന്ദേശം നൽകുമോ? അപ്പോൾ നമ്മളൊരു സാഹിത്യ സൃഷ്ടിയെ എടുക്കുമ്പോൾ ചിലപ്പോൾ അതിന് എഴുതുന്നയാൾ കഞ്ചാവോ മദ്യമോ സിഗരറ്റോ വലിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമല്ലേ? അപ്പോൾ അതെനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഏതായാലും അങ്ങ് അത് വളരെ മുതിർന്ന ഒരാളാണല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, അത് എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്?
ഇത് കുറെ കാലമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമായിരിക്കും. അതാണ് സത്യം. അതായത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകിച്ച് സർവകലാശാലകൾ ഈ ആർക്കും ഒരു പ്രയോജനവും ഇല്ലാത്ത ബിരുദം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ മാത്രമായി മാറിയിരിക്കുകയാണ്. ഈ സർവകലാശാല എന്ന് പറയുന്നത് ബിരുദം കൊടുക്കാനുള്ള സ്ഥാപനത്തെക്കാൾ കൂടുതൽ പുതിയ അറിവുകൾ കണ്ടെത്താനും അത് കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനും വേണ്ടിയുള്ളതാണ്. ഈ പുതിയ അറിവുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വേടന്റെ പാട്ടായാലും അതിലൊരു പുതിയ അറിവുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വിയർപ്പിന്റെ ഗന്ധമുണ്ടെങ്കിൽ, അധ്വാനത്തിന്റെ മാത്രം ഉണ്ടെങ്കിൽ അത് തീർച്ചയായും പഠിപ്പിച്ചിരിക്കണം. കാരണം ഇത് നമ്മുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ബിരുദവും ബിരുദാനന്തര ബിരുദവും അതിനപ്പുറം പഠിച്ച കുട്ടികളോട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ രണ്ട് ഉത്തരവേ ഉള്ളൂ. ഒന്നുകിൽ അവര് PSC കോച്ചിങ്ങിന് പോകുന്നു, അല്ലെങ്കിൽ രാജ്യം വിടാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ പഠിക്കുന്നവന് പ്രയോജനമില്ല, രാഷ്ട്രത്തിന് പ്രയോജനമില്ല, സമൂഹത്തിന് പ്രയോജനമില്ല, ആർക്കും പ്രയോജനമില്ല. അപ്പൊ ഇതിന്റെ അനന്തര ഫലമാണ്, ഇവരുടെ ഒരു മാർഗനിർദ്ദേശം പോലും കൊടുക്കാൻ പറ്റാത്തതിന്റെ ഫലമാണ് ഇവിടെ ഈ കഞ്ചാവും MDMA-യും മയക്കുമരുന്നുകളും വ്യാപകമാകുന്നതും വിദ്യാർത്ഥികൾ അതിന്റെ ബിസിനസ്സുകാരാകുന്നത് പോലും. ഇതൊരു വലിയ ദുരന്തമാണ്, ഒരു തെറ്റായ സന്ദേശമാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നമുക്ക് വരുന്നത്. ഇതിന് അടിസ്ഥാന കാരണം പറയുന്നത് വിവരവും വിദ്യാഭ്യാസവും നല്ല ചിന്തകളും ഇല്ലാത്തവർ ഭരണാധികാരികളാകുന്നതും അവർ ഇത്തരം വിഷയങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതുമാണ്. പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വ നിലവാരം ഉയർത്തുന്നതിനും അവന്റെ ജീവിതം സമൂഹത്തിനും മറ്റു ജനങ്ങൾക്കും പ്രയോജനകരമാകുന്നതും രാഷ്ട്ര പുരോഗതിക്കും ജനക്ഷേമത്തിനും പ്രയോഗിക്കാനുള്ളതാണ്. പക്ഷെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഒന്നെങ്കിൽ രാജ്യം വിടണം, അല്ലെങ്കിൽ PSC കോച്ചിങ്ങിന് പോകണം. വേറെ അതിന്റെ ലക്ഷ്യമില്ല. ലക്ഷ്യബോധമില്ലാത്ത ഒരു യുവതലമുറയാണ് നമ്മുടെ മുന്നിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അപകടം വളരെ വലുതായിരിക്കും. അതാ പറയാനുള്ളത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അജിത് പ്രസാദ് എന്നോടൊപ്പം ചേരുന്നത് കടപ്പക്കടയിൽ നിന്നാണ്. ശ്രീ അജിത്ത്, ശ്രീ അജിത്ത് എന്താണ് ചെയ്യുന്നത്? അങ്ങ് എന്താണ്, ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? ഇപ്പൊ ജോലിയൊന്നുമില്ല, KCB-യിലായിരുന്നു. KCB-യിൽ നിന്ന് റിട്ടയർ. ഓക്കെ. അപ്പം ഞാൻ ചോദിച്ചത് ഈ പഠന വിഷയങ്ങളിൽ രാഷ്ട്രീയം വരുന്നു എന്നതാണോ സർവകലാശാലകളെ കലുഷിതമാക്കുന്നത്? അതോ ലോകത്തിൻ്റെ പല ഭാഗത്തും സർവകലാശാലകൾ വലിയ രാഷ്ട്രീയ കേന്ദ്രങ്ങളായിരുന്നു, അവിടെ നിന്നാണ് പൊളിറ്റിക്കൽ ട്രെയിനിങ് വിദ്യാർത്ഥികൾക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ഇത്തരം ചർച്ചകളും സംവാദങ്ങളും അതിന് കൂടുതൽ ശക്തിപ്പെടുത്തും എന്ന് കരുതുന്നവരുണ്ട്, പക്ഷേ ദുർബലപ്പെടുത്തും എന്ന് ആശങ്കപ്പെടുന്നവരുമുണ്ട്. അങ്ങ് ഇതിൽ ഏത് പക്ഷത്താണ് ശരിയെന്നാണ് വിചാരിക്കുന്നത്? ദുർബലപ്പെടുത്തുന്ന ഭാഗത്തല്ല ഞാൻ. കാരണം ഇന്നത്തെ വർത്തമാന കാലത്തിൽ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാലും കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാലും ഈ പറയുന്ന വേടന്റെ ഇന്നത്തെ പാട്ടുകൾക്ക് വളരെ പ്രാധാന്യമാണുള്ളത്. കാരണം ഇന്നത്തെ നമ്മളെ ഈ കേരളത്തിന്റെ ഇന്നത്തെ 57 കേരളത്തില് 57 ജനാധിപത്യ ഗവൺമെന്റ് വന്നതാണ്. 57 ജനാധിപത്യ ഗവൺമെന്റ് വന്നിട്ട് ഇവിടെ പട്ടികജാതി പട്ടികഭൂവാംഗങ്ങൾ, നമ്മൾ ഇന്ത്യയുടെ കാര്യം പറയുന്നില്ല, ഞാൻ കേരളത്തിൽ നിന്നുകൊണ്ട് മാത്രം പറയാം. 57 ഒരു ജനാധിപത്യ ഗവൺമെന്റ് ലോകത്തിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പുള്ള അധികാരത്തിൽ വന്നു. പക്ഷേ ഇത്ര വർഷമായിട്ടും ഇപ്പം ഈ 2025 പോലും ഈ പറയുന്ന അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിലുള്ള വിഭാഗങ്ങൾ, ദളിതരായിട്ടുള്ളത്, അതായത് പുറത്താക്കപ്പെടുന്നവർ, ഇന്നും പൊതുധാരയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവർ ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണുള്ളത്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പൊ നമ്മൾ നഗരപ്രാന്തങ്ങളിൽ മാറി ഈ നാടിന്റെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പട്ടികജാതിക്കാരായിട്ടുള്ള SC, SC, കുറവര്, പുറയര്, പുലയര്, അങ്ങനെയുള്ള വിഭാഗങ്ങൾ ഇപ്പോഴും പഴയ വ്യവസ്ഥയിൽ തന്നെയാണ് ജീവിക്കുന്നത്. അതെന്ന് പറയുന്നത് അടിച്ചമർത്ത സ്വഭാവം. ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ അതായത് വേടൻ പറയുന്നത് എന്താണ്, ഇവിടെ നമ്മളെ അടിച്ചമർത്തപ്പെട്ടു വെച്ചേക്കുക, നമ്മളെ അടിച്ചമർത്തപ്പെടുകയാണ്. അത് കുറെ ആൾക്കാർ യഥാർത്ഥത്തിൽ ഈ നാടിന്റെ അവകാശികളെന്ന് അവകാശപ്പെടുന്ന അടിച്ചമർത്തപ്പെട്ടവരാണ്. പക്ഷെ അവരെ ഇപ്പോഴും അടിച്ചമർത്തപ്പെട്ടു വെച്ചേക്കാണ്. അതിന് ഈ നൂറ്റാണ്ടുകളായി ഇപ്പൊ കേരളത്തിന്റെ അതായത് കേരളത്തിന്റെ ഈ നവോത്ഥാനം ഉണ്ടാവുന്നതിന് വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരു, ഞാൻ ഇതിന്റെ വിഷയം നമ്മൾ സിലബസിൽ നിന്ന് ജാതി സംവിധാനത്തിലേക്ക് പോയി അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലായി. ഏതായാലും അത് വളരെ വ്യക്തവുമാണ്. ഓക്കെ, എൻ്റെ സമയപരിമിതി കൊണ്ടാണ് ഏതായാലും ശ്രീ അജിത് പ്രസാദ് നമുക്കൊപ്പം ചേർന്നത് കടപ്പക്കടയിൽ നിന്നാണ്. ഓക്കെ, ഷിജു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇഫ് ദിസ് വാസ് എ ടോപ്പിക് റിട്ടൺ ബൈ വിക്രം സമ്പത്ത് ഓർ സായ് ദീപക്, MM Bashir വുഡ് ഹാവ് ഗിവൺ എ ഗ്രീൻ ഫ്ലാഗ് എന്നാണ് പറയുന്നത്. ഓക്കെ,
അങ്ങനെയുണ്ടോ? ഓക്കെ. അപ്പോൾ സുനിൽകുമാർ പറയുന്നു ജയകുമാർ അതെല്ലാം വേടൻ പഠിപ്പിച്ചു കൊടുക്കുമെന്ന് പറയുന്നു. ഓക്കെ. രാധേരാമൻ തോട്ടത്തിൽ പറയുന്നു ബാലാമണി അമ്മ, കൂത്താട്ടുകുളം മേരി, കുമാരനാശാൻ തുടങ്ങിയ കവികൾക്ക് മരണം ഇല്ല എന്ന് പറയുന്നു. എന്നെ ആരാണ് പേടിപ്പിച്ചത് എന്ന് സുനിൽകുമാർ ചോദിക്കുന്നു. ഓക്കെ, ശരി. സുനിൽകുമാറൊക്കെ ഇവിടെ എന്നോടൊപ്പം ഉള്ളിടത്തോളം കാലം എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ. പക്ഷേ വേടനെ പേടിക്കുമെന്നാണ് പറയുന്നത്. എനിക്ക് വേടനെ പേടിക്കേണ്ട കാര്യമില്ല. വേടനെ ഞാൻ കാണാനേ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം നമുക്ക് എന്തെങ്കിലും പേടിക്കേണ്ടി വരുമോയെന്ന്. ഓക്കെ. ഏതായാലും നിങ്ങളൊക്കെ ഉണ്ടല്ലോ എൻ്റെ കൂടെ. നന്ദകുമാർ പി പറയുന്നു നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചുവപ്പുവൽക്കരിക്കപ്പെടുകയാണോ? പ്രബുദ്ധ കേരളം എങ്ങോട്ട്? ഇതിൽ UDF എന്ത് നിലപാടെടുക്കുന്നു എന്നുകൂടി കാണേണ്ടിയിരിക്കുന്നു എന്നാണ് നന്ദകുമാർ പറയുന്നത്. അരുന്ധതി കൊല്ലംപറമ്പത്ത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം മനു എന്ന് പറയുന്നു. നല്ല പാഠങ്ങൾ എടുക്കണം എന്ന് പറയുന്നു. ഓക്കെ. ഗോളാന്തരം പറയുന്നു മനു ഗോളാന്തരം പറയുന്നത് എന്നെ പേടിപ്പിച്ചതിന് ശേഷം വീണ ജോർജിന് ഉറക്കമില്ല എന്നാണ്. എന്തൊക്കെ തമാശകളാണ്. പണി കിട്ടിക്കൊണ്ടേയിരിക്കുന്നത് ദൈവകോപമാണെന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും വീണ എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരാളാണ്. അത് ഞാൻ എത്ര തന്നെ ആവർത്തിച്ച് പറയേണ്ടി വന്നാലും അതിലെനിക്കറിയാം. പക്ഷേ വേറെ രാഷ്ട്രീയപരമായും മറ്റ് സംഭവങ്ങളിലൊക്കെ വിമർശനങ്ങൾ ഉണ്ടാകും. അത് ഉൾക്കൊള്ളാനൊക്കെയുള്ള വലിയ മനസ്സ് അവർക്കുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സുനിൽകുമാർ ഇങ്ങനെ മാത്രമല്ല, അവർ ഇങ്ങനെ നമ്മൾ പൊതുവേദിയിലൊരു വിഷയം ചർച്ച ചെയ്തപ്പോൾ അത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് വിളിച്ച് പറയാൻ കാണിച്ച ആ ഒരു മാന്യതയെ അത് ജനാധിപത്യ മര്യാദയായിട്ടാണ് ഞാൻ തോന്നുന്നത്. അത് അങ്ങേയറ്റത്തെ ഒരു ജനങ്ങളോടുള്ള ഒരു കടപ്പാട് തനിക്കുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. ഷിജു പറയുന്നു മനു ആൻഡ് വീണ ഹാസ് വർക്ക് ടുഗെദർ ഇൻ ഇന്ത്യ വിഷൻ. യെസ്. ഓക്കെ. അപ്പോൾ പിന്നെ വേറെയും പറയുന്നുണ്ട് കേട്ടോ, എന്നോട് കളിച്ചു തുടങ്ങിയോടെ വീണയുടെ കഷ്ടകാലം തുടങ്ങിയെന്നൊക്കെ. ഇത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി വരല്ലേ. ഓക്കെ. അപ്പോൾ പ്രായം ഒന്നും പറയണ്ട, പ്രേക്ഷകർ കണ്ണുവയ്ക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ. അതെന്താണ്? എനിക്ക് പ്രായമായി, അതിൽ കണ്ണുവയ്ക്കാൻ എന്തിരിക്കുന്നു. ഓക്കെ. അനിയൻകുട്ട ഓടിക്കും. ഓക്കെ. ഷാജി ഭാസ്കരൻ പറയുന്നു അനിയൻകുട്ടനോടല്ല, ഷാജി ഭാസ്കർ ഇത്തവണ എന്നോടൊപ്പമാണ് നിൽക്കുന്നത്. ഓക്കെ. ജയകുമാർ പേടിയുണ്ടെങ്കിൽ പണിക്ക് ആരെങ്കിലും വരുമായിരുന്നോ എന്ന് എന്നോട് ചോദിക്കുന്നു. യെസ്, അതാണ്. ഓക്കെ. പിന്നെ ഈ ഇതിൽ മറ്റൊരു പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നത് കൃഷ്ണാസ് വോയിസ് ഈസ് വെരി സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് എന്ന് പറയുന്നു ഷിജു. അതായത് കൃഷ്ണയ്ക്ക് അപ്പോൾ ആരാധകർ കൂടുകയാണ്, അവരുടെ ശബ്ദം വളരെ മനോഹരമാണ് എന്നാണ് പറയുന്നത്. VC തോമസ് എന്നോടൊപ്പം ചേരുന്നു. നമസ്കാരം മനു, എല്ലാ ദിവസവും ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ പൊതുവേദിയിൽ ചർച്ചയാക്കണം, അതാണ് അനിയൻകുട്ടനെ പോലുള്ളവരുടെ ആഗ്രഹം എന്ന് പറയുന്നു. ഓക്കെ. അങ്ങനെയില്ല, നമ്മൾ പൊതുവാർത്തകളല്ലേ. ഓക്കെ. ജലേഷ് ജോൺ പറയുന്നു ചാനൽ എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കുന്നത് ചില ആളുകളാണെന്ന്. ഓക്കെ. ആളുകളല്ല, ഇതൊരു പ്രേക്ഷകർ നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അവർ പല ആളുകളും അവർ വിളിക്കുമ്പോൾ അവരെങ്ങനെയാണ് ഇത് ഉള്ളത് അതേപോലെ ആ പരിപാടി ഇതിലും പ്രതിഫലിക്കും. അത് സ്വാഭാവികമായിട്ടാണ്. വിനീഷിനെ ചിലരൊക്കെ പോഴ്ത്തുന്നു കേട്ടോ. വിനീഷ് വളരെ കൃത്യമായി കാര്യപ്രസക്തമായ കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഞാനും സമ്മതിക്കുന്നു. അപ്പോൾ വിനീഷിന് ചില ഷാജി ഭാസ്കർ പിന്തുണ കൊടുക്കുന്നുണ്ട്. വിനീഷ് പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് ഷിജു കുര്യത്തും പറയുന്നുണ്ട്. അപ്പോൾ വലിയ പിന്തുണ വിനീഷിന് കിട്ടുകയാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം, കൃത്യമായ മേഖലയിൽ നിന്ന് അദ്ദേഹത്തിന് അനുഭവമുള്ളതുകൊണ്ട് അത് പറയാൻ കഴിഞ്ഞെന്നാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പോൾ മുരളീധരൻ സാർ ശരിയാണെന്ന് ജയകുമാർ പറയുന്നു. ഓക്കെ. ഓക്കെ. അപ്പം നിറയെ പ്രേക്ഷകർ നമുക്കൊപ്പം ഇന്ന് ചേർന്നു. ഷമീർ കോഴിക്കോട് നിന്നാണ് വിളിക്കും. ഷമീർ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. നമസ്കാരം. ഒരല്പം യൂട്യൂബ് പ്രേക്ഷകരെ കൂടി വിശ്വാസത്തിൽ എടുക്കേണ്ടി വന്നതുകൊണ്ടാണ് അങ്ങേലേക്ക് വരാൻ വൈകിയത്. അങ്ങ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോഴിക്കോട് ജില്ലയിൽ? കോഴിക്കോടല്ല, ആക്ച്വലി ഐ എം ഫ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ്. കോഴിക്കോട് നിന്ന് അങ്ങോട്ട് ജനറലൈസ് ചെയ്ത് പറഞ്ഞെന്നുള്ളൂ. അത് ശരി. ഞാൻ വിളിക്കാറുണ്ട്, മുന്നേ വിളിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങ് എന്ത് ചെയ്യുന്നു എന്നാണ് എന്നോട് വല്ല സംസാരിച്ചിരുന്നു? അങ്ങനെ എന്താണ് അങ്ങ് ചെയ്യുന്നത്? അല്ല, ഞാനിപ്പോ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ഞാൻ വിദ്യാഭ്യാസ മേഖലയിലാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. കാരണം സർവകലാശാലയുടെ അടുത്ത് വീടാകുമ്പോൾ മിക്കവാറും ഒരുപക്ഷെ സർവകലാശാല എനിക്ക് അവിടെ ഒരു ടച്ച് ഉണ്ട്. ചോദിച്ചോളൂ സാർ, ചോദിച്ചോളൂ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ സർവകലാശാലയ്ക്കകത്ത് അപ്പോൾ ഈ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പറയുന്നത് പോലെ വലിയ ഇടത് രാഷ്ട്രീയത്തിൻ്റെ ആളുകളെ കുത്തിക്കയറ്റുന്നു എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? സിലബസ് മൊത്തത്തിൽ അബദ്ധജടിലമാണെന്നൊക്കെ അവർ പറയുന്നു. അതേസമയം അങ്ങനെയല്ല, ഇത് വിദ്യാർത്ഥികൾ പഠിക്കേണ്ട കാര്യമാണെന്ന് UG ബോർഡ് കൂട്ടായി തീരുമാനിക്കുകയാണ്. വേണമെങ്കിൽ അക്കാഡമിക് കൗൺസിലിൽ വിടാം എന്നാണ് അവരുടെ നിലപാട്. അങ്ങക്ക് എന്ത് തോന്നുന്നു ശ്രീ ഷമീർ? സാർ നേരത്തെ ഒരു സാർ സംസാരിച്ചില്ല, ഒരു അധ്യാപകൻ, വിനീഷ്, അദ്ദേഹം അതിന്റെ ടെക്നിക്കാലിറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതിനോട് ഓൾമോസ്റ്റ് യോജിക്കുന്നുണ്ട്. പക്ഷെ
വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആളുകൾ എന്തിനാണ് വേടനെ ഭയക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം വേടൻ എന്നുള്ളത് നമ്മള് പഴയ പഠിപ്പിച്ച് നമ്മള് ടെമ്പസ്റ്റും മറ്റേ ഷേക്സ്പിയറിന്റെ പല കവിത ഇത് പഠിപ്പിച്ചിട്ട് നമ്മള് രാമായണം മുതൽ മഹാഭാരതം മുതൽ പല കാര്യങ്ങളും പല കുമാരനാശന്റെയും വള്ളത്തോളിന്റെയും തുഞ്ചത്തെഴുത്തച്ഛന്റെയും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ഇപ്പൊ വേടൻ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ട്രെൻഡാണ്. അത് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ എതിർപ്പുള്ളവര് അവരുടെ സബ്ജക്ട് ഇതിലിട്ടിട്ട് അവർക്ക് അതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാലോ. ഇത് കമ്പൽസറി ഉദാഹരണത്തിന് തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മ രാമായണം, ഇപ്പൊ രാമായണ മാസം കൂടിയാണ്. ആ രാമായണത്തില് സീതയും രാമനും പോലില്ല നമ്മുടെ വയലാർ രാമവർമ്മ എഴുതിയിട്ടുള്ളത്. വയലാർ രാമവർമ്മയുടെ രാവണപുത്രി എന്നുള്ള കവിതയില് സീത എന്ന് പറഞ്ഞതില് രാവണന്റെ പുത്രിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ കുട്ടികൾക്ക് സ്റ്റുഡൻസിന് പഠിക്കാനുള്ള അവസരങ്ങൾ എന്തുകൊണ്ടാണ് നിഷേധിക്കുന്നത്? ഇപ്പൊ NCERT-യിൽ തന്നെ മുഗളന്മാരുടെ കാലഘട്ടം ബ്ലാക്ക് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ പോലെ മീഡിയയിൽ കണ്ടതാട്ടോ. ഞാൻ ഒരു ദുർഘടമായ ഒരു സാഹചര്യമാണെന്നും ഇംഗ്ലീഷുകാരുടെ ലൂട്ടിംഗ് പീരീഡ് ആണെന്നും വെച്ചുകൊണ്ടുള്ള ഒരു അതെ. പക്ഷെ അതാണ് വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ കുറിച്ചും പഠിക്കാനുള്ള കുട്ടികൾക്ക് എല്ലാ രീതിയിലും പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തല്ലേ. ഇതിന് പേടിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ ഈ വേടൻ പറയുന്ന സാഹിത്യം അല്ലെങ്കിൽ അവരുടെ കവിതകളിൽ പറയുന്നത് വെച്ചാൽ അടിച്ചമർത്തപ്പെട്ട ജനതയെ പറ്റിയിട്ടാണ് പറയുന്നത്. അടിച്ചമർത്ത ജനത ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ കേരളത്തില് ഐ ഹാവ് ട്രാവൽഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ കൺട്രി. അപ്പോ എന്റെ ഒരു ജോലി അങ്ങനെയായിരുന്നു. അപ്പോ പക്ഷെ ഈ കേരളത്തില് നമ്മൾ കുറേ കൂടി ബെറ്റർ ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ കുറെ നവാസന്റെ നായകന്മാര് ശ്രീനാരായണ മുതൽ ഗുരു മുതല് അയ്യങ്കാളി മുതല് പല ആൾക്കാരും പൊയ്കേലപ്പച്ചനും ഇവരെല്ലാവരും മുതൽ പല ആൾക്കാരും പേര് പുറത്ത് പറയണമെങ്കിൽ നമ്പർ ഓഫ് പീപ്പിൾ അവരൊക്കെ ചെയ്ത ഒരു കാര്യങ്ങൾ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ക്രിസ്ത്യൻ മിഷണറീസും മെനി തിങ്സ്. പിന്നെ നമ്മൾ അങ്ങനെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് വളരെ ബെറ്റർ ആണ്. ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ ഞാൻ നോർത്തിലേക്ക് തിരിച്ച് വെറുതെ തെറി വിളിക്കല്ലോ കേട്ടോ. UP-യിൽ പല ഗ്രാമങ്ങളിലും ഒരു ഗ്രാമത്തിൽ ബ്രാഹ്മണനാണെങ്കിൽ ബ്രാഹ്മണൻ, ഒരു ഗ്രാമത്തിൽ രാജ്പുത്ത് ആണെങ്കിൽ രാജ്പുത്ത്, ഭൂമിയാർ ആണെങ്കിൽ ഭൂമിയാർ, മുസ്ലിം ആണെങ്കിൽ മുസ്ലിം. അത് മാത്രമല്ല അവിടുത്തെ പ്രശ്നം വെച്ചാൽ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അയാളുടെ ഗ്രാമത്തിൽ ഒരു ബാർബർ ഉണ്ടായിരുന്നു. ഐ വിൽ ജസ്റ്റ് ടേക്ക് 2 minutes. ഈ ബാർബറിന്റെ പണി എന്ന് വെച്ചാൽ ഇവിടുത്തെ ഗ്രാമത്തിലുള്ള ബ്രാഹ്മണന്മാർ, എന്റെ ഫ്രണ്ട് ബ്രാഹ്മണനാണ്, ഈ ബ്രാഹ്മണന്മാരുടെ മുടി വെട്ടല്. അപ്പൊ അതുകൊണ്ടാണ് അയാൾക്ക് അയാളുടെ ഫുഡും കാര്യങ്ങളും ശമ്പളമൊക്കെ കൊടുത്തിരുന്നത്. അയാളുടെ അടുത്ത ഗ്രാമത്തിൽ അയാളുടെ ഒരു സഹോദരൻ ബാർബറിന് മരിച്ചപ്പോ അയാൾ പോയിട്ട് ആ ബാർബറിന്റെ മുടി വെട്ടിയപ്പോ ഇയാളെ ഹുക്കാപാനി ബന്ദ് ചെയ്തു. ഇത് ഞാൻ പറയുന്നത് 2013-14 കാര്യമാണ്, വളരെ പുരാതന കാലല്ല. ഹുക്കാപാനി ബന്ദ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അയാൾക്ക് അവിടുന്ന് വെള്ളം പോലും കൊടുക്കരുതെന്ന് ആ ഗ്രാമത്തിൽ പറഞ്ഞു. അപ്പൊ അയാളുടെ ഭാര്യ പോയിട്ട് അപേക്ഷിച്ച് പറഞ്ഞു ഇവൾക്ക് കൊടുക്കുക അവന് കൊടുക്കല്ലാന്ന്. അയാൾ വെള്ളവും ഭക്ഷണവും കിട്ടാണ്ട് അവിടെ മരിച്ചുപോയി എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ കാസ്റ്റ് സിസ്റ്റം ഒരു വലിയ വിഷയമാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇത് പഠിക്കണം എന്നാണ് അങ്ങ് പറയുന്നത്. പഠിക്കണം. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ പഠിക്കണം. എതിരായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എതിരായിട്ടുള്ള കാര്യങ്ങൾ അത് ചർച്ച ചെയ്തിട്ട് ചെയ്യാലോ. ഓക്കെ, യെസ്, കറക്റ്റ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ പിന്നെ എന്നോട് മുരളീധരൻ നായർ, അദ്ദേഹം MN മുരളീധരൻ നായർ ചേർന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സവർണർ, ബ്രാഹ്മണർ, RSS, BJP എന്നിവ ചേർത്ത് സംസാരിച്ചാൽ നമ്മൾ പ്രബുദ്ധരാകുമോ എന്നാണ് ശ്രീ മുരളീധരൻ നായർ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ മോഹൻ ES പറയുന്നു സമവായം സമസ്തയിലൂടെ എന്ന്. ഓക്കെ, സെബാസ്റ്റ്യൻ CA എൻ്റെ ഒപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹം വെളുപ്പില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ശരി. ന്യൂ തിങ്കർ, ശരിക്കും വേടൻ ദളിതനാണോ എന്ന് സംശയമുണ്ട് എന്ന് പറയുന്നു. എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ നിറയെ പ്രേക്ഷകർ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ഞാൻ പൊതുവേദിയിൽ ഒരു ചെറിയ ഇടവേള, എനിക്ക് മജിദ തസ്നീം V എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ മാജിദ, അപ്പോൾ ഞാൻ ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഒരു ഷോർട്ട് ബ്രേക്ക്. യെസ്, പൊതുവേദി തുടരുകയാണ്. അപ്പോൾ വിനീഷിന് ആളുകൾ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനോട് വലിയ ഒരു അംഗീകാരം ഉണ്ട് കേട്ടോ. വിനീഷ് ഗേവ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. അതിന് എനിക്കൊരു അപ്രീഷിയേഷൻ ഉണ്ട്. ഐ അപ്രീഷിയേറ്റ് മനു ഫോർ പ്രൊവൈഡിങ് മോർ ടൈം ഫോർ സച്ച് സെൻസിബിൾ പീപ്പിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ വിനീഷ് അദ്ദേഹം ഒരു അധ്യാപകനാണ്, അതിനെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് വലിയ അംഗീകാരം കിട്ടും. അപ്പോൾ ഷബീറിന് പിന്തുണ നൽകുന്നു ഷാജി ഭാസ്കർ. ജയകുമാർ പറയുന്നു MP മണി വളരെ നല്ല പ്രതികരണമാണ്, അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് അഭിനന്ദനാർഹങ്ങൾ എന്ന് പറയുന്നു.
ഓക്കെ, അജയ്കുമാർ ചങ്ങനാശ്ശേരിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ അജയ്കുമാർ, കാലിക്കറ്റ് സർവകലാശാലയിലെ BA 3ാം സെമസ്റ്ററിലാണ് ഇത് പഠിക്കേണ്ടത്. ഡോക്ടർ MP ബഷീർ പറയുന്നത് ഇത് പഠിക്കാനെടുത്താൽ വിദ്യാർത്ഥികൾക്ക് ഇതിനെപ്പറ്റി യാതൊരു പ്രാഥമിക അറിവും ഉണ്ടാകില്ല. ഗൗരി ലക്ഷ്മിയുടെ അജിത ഹരെ എന്ന പാട്ട് കഥകളി സംഗീതവുമായി താരതമ്യം ചെയ്യാൻ നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ അത് ഒന്നും ആളുകൾക്ക് കൃത്യമായി മനസ്സിലാകില്ല. റാപ്പിൻ്റെ സാഹിത്യത്തിന് ആശയപരമായ ഇഴയടുപ്പമില്ല എന്നും MP ബഷീർ റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു പഠനം വേണ്ട എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഇത് ശരിക്കും ശുപാർശ ചെയ്യേണ്ടത് മലയാള പഠന ബോർഡാണ്. അപ്പോൾ ഇതെന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇത് അധ്യാപകർക്കിടയിൽ രാഷ്ട്രീയപരമായ ഒരു ഭിന്നിപ്പുണ്ടായി രണ്ട് ചേരിയിലായി അവർ മാറുന്നു എന്നാണോ, അതോ ആശയപരമായ ഒരു സംവാദം നടക്കുന്നു, എന്ത് പഠിക്കണം കുട്ടികൾ എന്ന് തീരുമാനിക്കുന്നതിൽ അവർ വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി വന്ന് അവർ ഒന്നിച്ചു നിൽക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഈ വിഷയത്തില് ആശയപരമായ യാതൊരു സംവാദവുമില്ല. ഇതിനകത്തിൽ ഇപ്പോൾ കുത്തി നിറച്ചു വെച്ചിരിക്കുന്നത് മുഴുവനും ജാതിയോട് കലർന്ന രാഷ്ട്രീയവുമാണ്. വേടന്റെ എന്ത് പറയുന്നു എന്ത് പാടി എന്നുള്ളതും വേടന്റെ ജാതി എന്താണെന്നുള്ളതും തൽക്കാലം മാറ്റി നിർത്താം. ഇനി വേടൻ ഒരു പക്ഷേ ഷെഡ്യൂൾഡ് ട്രൈബിലോ കാസ്റ്റിലോ പെട്ട ആളല്ലെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ആ വിഭാഗത്തിലുള്ളവരുടെ കാര്യങ്ങൾ പറയുന്നതിന് തെറ്റൊന്നുമില്ല, അദ്ദേഹം പറയുകയും വേണം അങ്ങനെ ഉണ്ടെങ്കിൽ. പക്ഷെ അദ്ദേഹം മുൻപോട്ട് വെക്കുന്നത് വിഷയം ഇവിടെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ്. ഇപ്പൊ തന്നെ എനിക്ക് തൊട്ട് മുമ്പ് സംസാരിച്ച ഷമീർ കോഴിക്കോട് നിന്നും അദ്ദേഹം പറഞ്ഞല്ലോ വടക്കേ ഇന്ത്യയിലൊക്കെ പലയിടത്തും ബ്രാഹ്മണരോടടുത്ത് ദളിതിന് പോകാൻ പറ്റത്തില്ല, ദളിതരുള്ളടത്ത് രജപുത്രന് പോകാൻ പറ്റത്തില്ല. അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ട് ശരിയാണ്, കുറച്ചൊക്കെ വളരെയധികം വസ്തുതയുള്ളതാണ്, വളരെ കൂടുതലുണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഇദ്ദേഹം തന്നെ ഒരു കാര്യം പറയട്ടെ, കേരളത്തിലെ മുസ്ലിമുകളിൽ എത്ര വിഭാഗങ്ങളുണ്ട്? ഷിയ സുന്നി മാറ്റി നിർത്താം, സുന്നികളിൽ തന്നെ എത്ര വിഭാഗങ്ങളുണ്ട്? തങ്ങൾ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും റാവുത്തർ വിഭാഗത്തിലുള്ള ഒരു മുസ്ലിമുമായിട്ട് വിവാഹബന്ധം ഒരു പരിധി വരെ നടത്താറില്ല. എന്നാ നടത്തുമെന്ന് വെച്ചാൽ ഉണ്ടായിരിക്കാം. ഒന്നാണ് ശ്രീ അജയ്കുമാർ, അവര് വ്യത്യസ്ത വിഭാഗങ്ങളായി നിൽക്കുന്നു. ഓർത്തഡോക്സ് ഉണ്ട്, ജാക്കോബൈറ്റ്സ് ഉണ്ട്. അതുപോലെയാണോ ഇത്? ഒരാളെ തൊടൂല, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല, എന്ന് പറയുന്നത് പോലെ വ്യത്യസ്ത വിഭാഗങ്ങളായി ജീവിക്കുന്നു. ഇപ്പൊ സിഖ് വിഭാഗത്തിലുള്ളവർ ആ വിഭാഗത്തിൽ നിന്ന് കല്യാണം കഴിച്ചോട്ടെ, പക്ഷെ മറ്റൊരാളെ തൊടില്ല എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ ആ മറ്റുള്ള ഒരാൾ ചെറുതാണ്. ഞാൻ പറഞ്ഞതാണ്, ഈ പറഞ്ഞ തൊടില്ല എന്ന് പറയുന്നവരും തൊടാമെന്ന് പറയുന്നവരും എല്ലാം ഹിന്ദുക്കളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അവർ ചെയ്തത് ശരിയാണെന്നല്ല പറയുന്നത്. ഹിന്ദുവിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഉപജാതികളും ജാതികളുമായിട്ട് തിരിഞ്ഞു നിന്ന് പണ്ട് കാലത്തുള്ളത് ഇപ്പോഴും പലയിടത്തും തുടർന്നു പോകുന്നത്. അത് തന്നെയാണ് എല്ലാ മതത്തിലും ഉള്ളത്. ഇത് സാമൂഹ്യമായ ഒരു മാറ്റം വരണം. കേരളത്തിൽ 99% മാറിയിരിക്കുകയാണ്. കേരളത്തിൽ ഇനി എന്തിനാണ് ഇത്തരം വിഷയങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ഈ ജാതി തമ്മിൽ വേർതിരിവുണ്ടാക്കേണ്ട വിഷയം എന്താണ്? ഈ അടുത്ത കാലത്തോ അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലോ 15 വർഷത്തിനുള്ളിലോ ഞാൻ ജാതീയപരമായ ഒരു വിഷയം കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതായത് ദളിതനും അതായത് സവർണനും അവർണനും എന്ന് പറയുന്ന ജാതി ഉണ്ടെങ്കിൽ അവർ തമ്മിൽ. കേരളത്തിലാകെ 2% ബ്രാഹ്മണരും 11-12% നായരും ഉണ്ട്. ഇവരെല്ലാം അവിടെ കൂടിയാവുന്ന ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അവർക്ക് വേണ്ടി എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് സർക്കാർ കൊടുക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. നമ്മളെല്ലാവരും എല്ലാ ജാതികളും ഒന്നിച്ചല്ലേ ഇവിടെ ജീവിക്കുന്നതും സഹകരിക്കുന്നതും. പക്ഷെ അത് ഒരു വിഭാഗം അംഗീകരിക്കുന്നില്ല. ഇപ്പൊ മന്ത്രി തന്നെ നമ്മുടെ മുൻ പട്ടികജാതി പട്ടികവകുപ്പ് മന്ത്രിയായിരുന്നില്ലേ ശ്രീ രാധാകൃഷ്ണൻ, അദ്ദേഹം തന്നെ പറയല്ലേ തനിക്ക് ഇത് തരുന്നില്ല, അത് വിളക്ക് തരുന്നില്ല. അല്ല, അദ്ദേഹത്തിന് വിളക്ക് തരില്ല എന്ന് പറയുന്നതിനേക്കാൾ മുമ്പേ അദ്ദേഹം പറയേണ്ടത് സീനിയറായ അദ്ദേഹത്തിന് എന്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുന്നില്ല എന്തുകൊണ്ട് പറയുന്നില്ല? അത് അങ്ങനെ പറഞ്ഞിപ്പോ ഏതായാലും പോളിറ്റ് ബ്യൂറോയിൽ രാമചന്ദ്ര ധൂം എന്ന ഒരു പിന്നോക്ക വിഭാഗക്കാരന് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞത് ഇതൊക്കെ വെറുതെ ചുമ്മാതെ ഈ കുറച്ച് പാവങ്ങളെ എന്താണ് പറയുന്നത് പിരിയേറ്റ് വിടാൻ വേണ്ടി പറയുന്ന സവർണ അവർണ കഥകളാണ് ഇതെല്ലാം. ഇതൊക്കെ എടുത്ത് ഇതിനൊന്നും യാതൊരു രീതിയിലുള്ള റെലവൻസും ഇല്ല. ഞാനതിനെ അങ്ങനെ കാണുന്നുള്ളൂ. ശരി, വ്യക്തമാണ്. ഓക്കെ, നമുക്ക് ഏതാണ്ട് സമയം അവസാനിക്കാറായതുകൊണ്ടാണ് ശ്രീ കൃഷ്ണൻകുട്ടി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ വേടൻ്റെ ഈ പാട്ടിനെ പറ്റി പറയുന്നത് കുട്ടികൾക്ക് പഠന വിഷയമായി കൊടുത്ത റാപ്പ് കവിത ഏതെങ്കിലും, ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ഒരു കുറിപ്പാണ് ഞാൻ വായിക്കുന്നത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവിടെ കുട്ടികൾക്ക് പഠന വിഷയമായി കൊടുത്ത റാപ്പ് കവിത ഏതെങ്കിലും രീതിയിൽ മലയാള ബിരുദ വിദ്യാർത്ഥികൾക്ക് പഠനാർഹമായ ഒന്നാണോ എന്നാണ്.
ഭൂമിയിൽ ഞാൻ വാഴുന്നിടം എന്ന റാപ്പ് സാഹിത്യാംശമുള്ള ഒന്നാണ് എന്ന് പറയാനാകില്ല. പാർട്ടി രാഷ്ട്രീയമാണ് അത് കുത്തിക്കയറ്റാൻ കാരണം എന്ന ആക്ഷേപം ഉണ്ട്. അപ്പോൾ സാഹിത്യമാണോ അതോ റാപ്പ് സംഗീതമാണോ താരതമ്യം ചെയ്യേണ്ടത് എന്ന് വ്യക്തമല്ല. അതിലും ഭീകരമായ ഈ താരതമ്യത്തിന് തൊട്ടുമുമ്പ് കൊടുത്ത താരതമ്യം അജിത ഹരെ എന്ന് തുടങ്ങുന്ന കുചേലവൃത്തം കഥകളി പദമാണ് വിഷയം. കോട്ടക്കൽ കഥകളി സംഘത്തിൻ്റെ അതുപോലെ ഗൗരി ലക്ഷ്മി എന്ന ഗായികയുടെ ആലാപനത്തെക്കുറിച്ചാണ് താരതമ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇത് അനാവശ്യമായ തർക്കമാണ് എന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പറയുന്നത്. ഇതിനോട് ശ്രീ കൃഷ്ണൻകുട്ടി മണിമല എന്താണ് പ്രതികരിക്കുന്നത്? നമസ്കാരം. നമസ്കാരം. ദുരവസ്ഥയെ എതിർത്ത് എന്തിനായിരുന്നു? അതേപോലെ മഹാത്മാഗാന്ധിയുടെ വധം പാഠപുസ്തകത്തിൽ നിന്ന് വക്രീകരിച്ചു കൊടുക്കുന്നത് എന്തിനാണ്? പീരിയോഡിക് ടേബിൾ മാറ്റുന്നത് എന്തിനാണ്? പിന്നെ ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം മാറ്റുന്നത് എന്തിനാണ്? ഗ്രഹാം സ്റ്റെയിൻസിനെ ഫാമിലിയോടെ കൊന്നത് എന്തിനാണ്? അദ്ദേഹം ഒരു നാടക കലാകാരനായിരുന്നു. അതുപോലെ റോസി എന്നുള്ള നടി അഭിനയിച്ച ആദ്യകാലത്തെ ആ സിനിമ അത് പ്രദർശിപ്പിക്കുമ്പോ അവരെ നാട്ടിൽ നിന്ന് ഓടിച്ചത് എന്തിനായിരുന്നു? അന്ന് നമ്മുടെ കുമാരനാശാൻ ആദ്യം പ്രതിഷ്ഠ നടത്തിയപ്പോ എതിർത്തത് ആരായിരുന്നു? അങ്ങനെ എതിർപ്പുകളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇതിനെയൊക്കെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അന്നു മുതലേ എത്രയോ ചരിത്രാതീത കാലം മുതലേ എതിർത്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. ആ എതിർത്തുകൊണ്ടിരിക്കുന്നവരുടെ അവസാനത്തെ കണ്ണികളാണ് ഇപ്പൊ ഈ വേടനെ എതിർക്കുന്നത്. വേടനെ എതിരെ കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിട്ടുള്ള ആള് കൊടുത്തേക്കുന്ന പരാതിയിൽ പറയുന്നത് വേടനെ വേണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ല, വേടന്റെ കവിത മാത്രമല്ല, വേടന്റെ പാട്ടല്ല, വേടന്റെ സംഗീതമല്ല, വേടൻ തന്നെ വേണ്ടെന്നാണ് പരാതിയുള്ളത്. അപ്പൊ പിന്നെ അതിന്റെ അർത്ഥം മനസ്സിലാവുമല്ലോ. ഇനി വേടന്റെ സംഗീതം എന്താണ് പറയുന്നത്? വേടന്റെ സംഗീതത്തിൽ ഈ വാഴുന്നിടം എന്ന് പറയുന്ന ആ പാട്ടിൽ പറയുന്ന കാര്യങ്ങളില് ഇന്ത്യയിലെ കാര്യങ്ങൾ വളരെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. അത് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു നാടുകളിലും മറ്റു രാജ്യങ്ങളിലും സംഭവിച്ച കാര്യങ്ങളും ആ കവിതയിൽ പറയുന്നുണ്ട്. ഇന്ത്യയിലെ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇതൊക്കെ പറയുന്നത് എന്താണ് അതിനകത്ത് പറയുന്നതൊക്കെയും അടിച്ചുമർത്തപ്പെട്ടവരെയും നഷ്ടപ്പെട്ടവരുടെയും കഥയാണ്. ഇനി അത് കമ്പയർ ചെയ്യേണ്ട ആരുമായിട്ടാണ്? മൈക്കിൾ ജാക്സന്റെ സംഗീതമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ ചെറിയൊരു കാര്യമല്ല അതൊന്നും. ആ ചെറിയ കാര്യങ്ങള് അല്ലാത്ത കാര്യങ്ങള് വളരെ വിശദമായിട്ട് കുട്ടികൾ പഠിക്കുകയും ഈ കുട്ടികൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് വേടൻ പറഞ്ഞ മറ്റു രാജ്യങ്ങളിലെ കാര്യങ്ങൾ റെഫർ ചെയ്യാനുള്ള അവസരം ഉണ്ടാകും കൂടെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം കുട്ടികൾ കൂടുതൽ ആഴങ്ങളിലേക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പൊ അതിനെ എതിർക്കുന്നത് ശരിയല്ല. അവരുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാല് അവരുടെ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, എതിർക്കുന്നവരുടെ രാഷ്ട്രീയമാണ് പ്രശ്നം. എതിർക്കുന്നവരുടെ രാഷ്ട്രീയം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ശബരിമല പെണ്ണുങ്ങൾ കയറാൻ പോയി ചൊവ്വായില് വരെ മനുഷ്യൻ പോകാൻ തുടങ്ങുന്ന സമയത്താണ് ശബരിമല സ്ത്രീകൾ കയറാൻ പാടില്ല എന്ന് പറയുന്നത്. അവർക്ക് എതിർക്കുന്നതിന് കാര്യമുണ്ട്. കാരണം ആ എതിർപ്പിന്റെ രാഷ്ട്രീയത്തിലൂടെ അവർക്ക് അധികാരം നിലനിർത്താൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ പിന്നിലുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മുടെ എനിക്ക് സമയം അതിക്രമിച്ചുകൊണ്ടാണ് ശ്രീ ജ്യോതിഷ് ഒരു ചുരുങ്ങിയ വാക്കിൽ ഇത് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഏറ്റവും ഒടുവിൽ താങ്കളുടെ ലാസ്റ്റ് പ്രതികരണം. പറഞ്ഞത് ഈ ബഷീർ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ അക്കാഡമിക് ബുദ്ധിജീവിയുടെ വരേണ്യബോധം ഒന്നെങ്കിൽ വെളിവായി, അതല്ലെങ്കിൽ സംഘപരിവാറിന് അദ്ദേഹം അടിമ കെട്ടി എന്നുള്ളതാണ്. രണ്ട് കാര്യം. മൂന്നാമതൊരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം ഈ സംഘപരിവാറിന് ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പദം എന്ന് പറയുന്നത് മതം ഇരുളിൽ ഭാരതാംബയോ വെട്ടം തേടി നടക്കും എന്ന് പറയുന്ന ഒരു പദമുണ്ട് ഇതിനകത്ത്. ഈ സംഘപരിവാറിന്റെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു പദമാണിത്. അപ്പൊ ഇത്തരം സംഘപരിവാറുകൾ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, സംഘപരിവാർ ഇതുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ ഇതിനെ എതിർത്തുകൊണ്ട് ഒരു കാര്യമില്ല. സംഘപരിവാറുകൾ ചാണകം തിന്നാൻ പോവാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. യെസ്, വ്യക്തമാണ്. അതാണ് നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. ഞങ്ങൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ രാഷ്ട്രീയ താല്പര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ 85% ആളുകളും രാഷ്ട്രീയ താല്പര്യമെന്ന നിലപാട് തന്നെയാണ് പറയുന്നത്. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. ഭയക്കും എന്ന് പറയുന്നവർക്ക് മുന്നിൽ നാളെ കൂടുതൽ ആവേശത്തോടു കൂടി വീണ്ടും വരും എന്ന ഉറപ്പാണ് നൽകാനുള്ളത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.